പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന കൊണ്ട് ജീവിക്കുന്ന അനേകം മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൊണ്ട് തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന മക്കളുണ്ട്. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കുന്ന ജീവിതം സമാപിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസത്തെ ജീവിതവും അങ്ങനെ എല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കർത്താവേ,
ഈശോയെ, ഏത് വിഷയത്തിന് വേണ്ടിയാണ് ഏത് കുടുംബം ഇപ്പോഴ് നിരാലംബമായിരിക്കുന്നത്? തങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഈ സമയത്ത് ആരുമില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലും ബന്ധപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിൽ രോഗികളായി കിടന്നിട്ട് നാട്ടിലുള്ളവർ അവരോർത്ത് കൈയും കാലോട്ട് അടിക്കണ പോലെ വിഷമിക്കുന്നവരുണ്ട്. അവരെയെല്ലാം അമ്മേ, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞ് അന്യരാജ്യങ്ങളിൽ വേദനപ്പെടുന്ന ഞങ്ങളുടെ ബന്ധുക്കളെ നീ സ്പർശിക്കണം. കൂട്ടുകാരെ, ഞങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ടുള്ളവരെ നീ സ്പർശിക്കണം. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് ജീവിതമാർഗങ്ങൾ പല മേഖലകളിൽ ജീവിതം ആരംഭിക്കുന്നുണ്ട്. കട, കമ്പോളങ്ങൾ, ഏജൻസികൾ, കന്നുകാലി വളർത്തലുകൾ, ഇങ്ങനെ ജോലികൾ, കമ്പനി നടത്തുന്നവർ, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ വരുമാന മാർഗം കണ്ടെത്തിയിരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാൻ ഇരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ യോഹന്നാൻ 6:6 ഒരു വചനമുണ്ട്. വേറൊരു വചനമായിട്ട് കണക്ട് ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഉൾക്കാഴ്ച കിട്ടും. യോഹന്നാൻ 6:6 എടുത്തേ. അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. അവനെ പരീക്ഷിക്കാനാണ് ഈശോ അങ്ങനെ പറയണത്. നിങ്ങൾ തന്നെ അപ്പം കൊടുക്കാൻ പറയണം. പക്ഷെ നിങ്ങൾ തന്നെ അപ്പം കൊടുക്കാൻ ഈശോ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. എന്താ കാര്യം? എന്ത് ചെയ്യണമെന്ന് അത് വായിച്ചേ. യോഹന്നാൻ 6:6 എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അപ്പം ഇത് സിമ്പിളായിട്ട് എല്ലാ പ്രഭാഷകന്മാരൊക്കെ ഇടയ്ക്ക് പറയുന്നൊരു വചനമാണ്. കാര്യം നമ്മൾ ഉൾക്കൊള്ളപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് കർത്താവിന് നമ്മളെക്കുറിച്ചൊരു കരുതലും പദ്ധതിയൊക്കെ ഉണ്ട്. അങ്ങനെ പറയാറുണ്ട്. ശരിക്കും പ്രഭാഷകർ പറയാറുണ്ട്. ഞാനിവിടെ അതല്ല പറയാൻ ഉദ്ദേശിക്കണേ. ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മനസ്സിൽ കരുതിയിരുന്നെന്ന സംഭവമില്ലേ, എന്താണ്? എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൻ്റെ 2 വാക്കുകൾ പ്രധാനപ്പെട്ട. ഒന്ന് നേരത്തെ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണമെന്ന് മുമ്പ് തന്നെ ആൻസർ ഉണ്ടെന്നതിൻ്റെ അർത്ഥമേ. നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം, ഇപ്പം നിൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം, ഇപ്പം നിൻ്റെ ഭാര്യയുമായിട്ട് നീ വഴക്കിട്ടിരിക്കുകയാണ്, ഭർത്താവുമായിട്ട് അകന്നിരിക്കുകയാണ്, ഒരു പ്രശ്നം ഉണ്ടായി. ഇതിനൊരു പരിഹാരം ഈശോയുടെ മനസ്സിലുണ്ട്. ഇതിനെന്തെങ്ങനെ ഇത് പരിഹരിക്കേണ്ടതെന്ന് ഈശോയ്ക്ക് നീ കല്യാണം കഴിക്കണ മുമ്പ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഐഡിയ ഉണ്ട്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചാടരുത്. പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ഇരിക്കുന്ന ഇടത്താണ് പോകേണ്ടത്. കാര്യം നേരത്തെ ഇതിൻ്റെ പരിഹാരം അറിയാവുന്ന ഒരാളേ ഉള്ളൂ, അത് ഈശോയാണ്. മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ നേരത്തെ അറിയാവുന്നതും അതിൻ്റെ പരിഹാരം അറിയാവുന്നതും ഒരാളേ ഉള്ളൂ ബൈബിളല്ല, ഏത് പുസ്തകത്തിൽ നോക്കിയാലും ക്രിസ്തു മാത്രമേ ഉള്ളൂ നിൻ്റെ വിഷയം നേരത്തെ അറിയാവുന്നത്. അത് നമുക്ക് വല്ലാത്ത ആശ്വാസമാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരൊക്കെ ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ മണിക്കൂറുകൾ മുമ്പ് ദിവ്യകുർബാനയ്ക്ക് ഇരിക്കണില്ലേ? അതെന്താ കാര്യം? ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഞാൻ എപ്പോഴും ഈശോനെ ആകാര്യത്തിൽ വട്ട വരച്ച് നിർത്തുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, ജീസസ്, യു നോ, നിനക്കറിയാം ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണെന്നുള്ളത് അറിയാം. ഞാൻ ചാടിക്കയറി വല്ല പരിഹാരം ചെയ്ത് കുളവാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇത്രയും വേഗം ഈ വിഷയത്തിൻ്റെ മേൽ ത്രെഡ് എനിക്ക് തരണം, നീ ഈ വിഷയം ഇടപെട്ടണം. അപ്പോൾ എന്ന് വെച്ചാൽ എന്താ വിഷയം എന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു വിഷയത്തിൽ അതുണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ അതിൻ്റെ പരിഹാരം കർത്താവിൻ്റെ മനസ്സിലുണ്ട്. ഇനി വേറെ ഒരു സംഭവമുണ്ട്, അത് ഇടിവെട്ട എന്ന് വെച്ചാൽ ഈ കർത്താവിൻ്റെ മനസ്സിലുള്ളത് നമ്മൾ കർത്താവുമായിട്ട് ഒരു റിലേഷൻ, ഒരു ബന്ധമുണ്ടല്ലോ. എന്താ പറയണത്? കർത്താവിനോട് യോജിക്കുന്നവൻ
അവനോടുകൂടെ ആവചനം എടുത്തേ. 1 Korinthos 6:17. 1 Korinthos 6:17. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു. കർത്താവുമായി നമുക്ക് സംയോജിക്കണമെങ്കിൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് അത് ഒരു ടെക്നിക്കൽ പ്രോബ്ലമാണത്. കാര്യം ദൈവം ആത്മാവാണ്. അതാണ് വചനം എടുത്തേ. യോഹന്നാൻ 4:24. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാണ്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു താക്കോലാണ് ശരിക്കും. കാര്യം കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടെ ഏക ആത്മാവായി തീരണമെന്ന് ഇപ്പം 1 Korinthos 6:17 പറഞ്ഞില്ലേ. ഇനി കർത്താവുമായിട്ട് യോജിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ജഡത്തിൽ യോജിക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം ആത്മാവായതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? നമ്മളും ആത്മാവായി മാറണം. നമ്മളെങ്ങനെ ആത്മാവായി മാറും? നമ്മൾ പരിശുദ്ധാത്മാവിനാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. നമ്മൾ ഏത് ആത്മാവിനാണ് നയിക്കപ്പെടുന്നതെന്ന് ചോദിക്കണത്. നമ്മൾ പരിശുദ്ധാത്മാവിലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ നമ്മളിലുള്ള പരിശുദ്ധാത്മാവായിരിക്കും കർത്താവുമായിട്ട് യോജിക്കുന്നത്. അതാണ് ഭയങ്കര സിമ്പിളാണിത്, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. അതായത് എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഞാനത് ചൊവ്വാഴ്ച പറയും. എനിക്ക് ഒരു മോള് സാക്ഷ്യം പറഞ്ഞതാണ്. അപ്പം അവൾ എന്നോട് ചോദിച്ചത്, ഞാൻ അൾത്താരെ അവൾ എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചത്, ഈ തീരുമാനം ഞാൻ എടുക്കണം അച്ഛാ, എനിക്കൊരു കൺഫ്യൂഷൻ തോന്നണമെന്ന് ചോദിച്ചു. അച്ഛന് വേറെ വല്ല മെസ്സേജ് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്നൊക്കെ പറയണത് കർത്താവിനെ അറിയാവുന്നവർക്ക് നല്ലവണ്ണം അറിയാം. അവർക്ക് ആരോടാണ് ചോദിക്കണത്, എന്താണ് ചോദിക്കണമെന്നൊക്കെ അറിയാം. ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇതിന് വേറെ വല്ല ദൈവത്തിൻ്റെ മനസ്സിൽ എന്ത് പറയണമെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അവൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവരെ ഗൈഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അവരെ ഗൈഡ് ചെയ്യാനാണ് ഈ പട്ടം മേടിച്ചിരിക്കുന്നത്. അല്ലാതെ പെരുന്നാൾ നടത്താനും വിലപടയം നടത്താനും മാത്രമല്ല. ഞാനങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കുകയല്ല. പട്ടത്തിന് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് അവരെ നയിക്കുകയും ദൈവത്തിൽ അവർ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ദൈവികമായിട്ടും സുവിശേഷപരമായിട്ടും അവരെ മറുപടി പറയാൻ, അവരെ ഗൈഡ് ചെയ്യാൻ അപ്പോഴാണ് നമ്മൾ പുരോഹിതനാകണത്, അവിടെ മുമ്പേ പോണത്. അപ്പോൾ അത് നമ്മുടെ ബാധ്യതയാണ് ശരിക്കും. കുഞ്ഞ് പറഞ്ഞെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാൻ മോളേന്ന് പറഞ്ഞു. ഞാനെന്താ ചെയ്യണത്? ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി അൾത്താരെ വന്ന് നിങ്ങൾ കാണുന്നതാണ്. ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി നെറ്റി വെക്കും. നെറ്റി വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മുടെ തല സമർപ്പിക്കണമാണ്. പിന്നെ ഇനി എപ്പോൾ പറഞ്ഞാൽ നമുക്ക് സമർപ്പിക്കാനൊന്നും ഇല്ല. നമ്മുടെ സർവാംഗം, നമ്മുടെ ഇച്ഛാശക്തി, ആഗ്രഹം, താല്പര്യങ്ങൾ എല്ലാം നമ്മൾ അങ്ങനെ അടിയറ വെക്കും. നെറ്റി മാതാവിൻ്റെ ചില്ലെ കൊണ്ട് തല വെക്കത്തില്ലേ? എന്നുവെച്ചാൽ അമ്മേ എല്ലാം അടിയറ വെച്ചിരിക്കുകയാണ്, അമ്മയാണ് ഇനി ഈ വിഷയം ഏറ്റെടുക്കേണ്ടത്. അമ്മയുടെ മധ്യസ്ഥത്തിലാണ് പിന്നെ കർത്താവിൻ്റെ കാര്യങ്ങൾ വന്ന് വീഴുന്നത്. അത് നിങ്ങൾ കാണുന്ന ആൾക്കാരെ കാണുന്നതല്ലേ? അമ്മയുടെ മധ്യസ്ഥവുമായിട്ട് ആൾക്കാരെ കർത്താവിൻ്റെ കാൽക്കൽ വന്ന് വീഴും. അപ്പം ഞാൻ അതുപോലെ തന്നെ ചെയ്തത്. ഞാൻ പറഞ്ഞ മോളോട് സമാധാനം പറയണം, അവൾക്ക് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്. ഞാൻ തിരിച്ചു വന്ന് ആളോട് ചോദിച്ചു, മോളെ ഏതെങ്കിലും നമ്പർ നീ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. ഏതെങ്കിലും നമ്പർ നീ മനസ്സിൽ വിചാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവളത് വിചാരിച്ചു. അപ്പോൾ എന്നോട് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അതിനുശേഷം അവളോട് ചോദിച്ചു, കുഞ്ഞ് വിചാരിച്ച നമ്പർ 14 അല്ലേ? അപ്പം അതേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അത് വിൽ ഓഫ് ഗോഡാണ്. എന്താ കാര്യം? ആ കുഞ്ഞിൻ്റെ മനസ്സിലുള്ള നമ്പർ എന്താണെന്ന് കർത്താവിനെ വെളിപ്പെടുത്തി. അത് 14 പറഞ്ഞു. അപ്പോൾ അത് കുഞ്ഞിനോട് പറഞ്ഞു ഞാൻ അത് വിൽ ഓഫ് ഗോഡാണ്, അത് കൺകറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നിൻ്റെ ആ ഡിസിഷന് കൺകറൻസ് ഉണ്ട്, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരെ ഗൈഡ് ചെയ്യണം. അപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടി ഏക ആത്മാവായി തീരും. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ വേറൊരു സംഭവം നടക്കൂടെ. അതെന്താണ്? 1 Korinthos 2:16 ഒന്ന് വായിച്ചത്.
1 Korinthos 2:16. 1 Korinന്ത്യർ 2:16. ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഇപ്പം എന്താ വിഷയം എന്ന് പറയണത്? നിങ്ങൾ ഇനി ഇപ്പം ഈ 1 Korinന്ത്യർ 2:16 വായിച്ചില്ലേ? ഇനി ആദ്യത്തെ വായിക്കണം. എന്താ കാര്യം? യോഹന്നാൻ 6:6 എന്താ വായിക്കണത്? എന്ത് ചെയ്യണമെന്ന് അവൻ നേരത്തെ മനസ്സിൽ കരുതിയിരുന്നെന്ന്. ആര്? കർത്താവ്. അപ്പം കർത്താവിൻ്റെ മനസ്സിൽ കരുതിയിരുന്ന കാരണം എന്ന വിഷയം നമ്മൾക്ക് ചോർത്തി കിട്ടും. അതെങ്ങനെ ചോർത്തി കിട്ടണത്? അത് ഈ രണ്ട് കർത്താവിനോട് യോജിക്കുന്നവൻ അവനുമായിട്ട് ഇപ്പോൾ 6:17 1 Korinന്ത്യർ 6:17 അനുസരിച്ച് കർത്താവിനോട് യോജിക്കുന്നവൻ അവനുമായിട്ട് ഏകാത്മാവായി തീരുന്നു. അപ്പോഴേ ആ ഏകാത്മാവായി തീരുമ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാരലായിട്ട് ഘടിപ്പിക്കുന്ന ഈ കമ്പ്യൂട്ടറില്ലേ, ഈ കമ്പ്യൂട്ടറിൽ വരുന്നത് തന്നെ ആയിരിക്കുമല്ല ആ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ക്യാരി ഓവർ ചെയ്ത് വരണത്. അതുപോലെ ക്രിസ്തുവുമായി ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ വചനം 1 Korinന്ത്യർ എടുത്ത് 1 Korinന്ത്യർ 2:16 എടുത്ത് ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. അപ്പം സാധിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. ക്രിസ്തുവിൻ്റെ മനസ്സറിയാൻ മനുഷ്യന് പറ്റും. എപ്പോഴാണ് പറ്റണത്? എപ്പോഴാണ് അതിൻ്റെ മെക്കാനിസം എന്താണ്? കർത്താവിനോട് യോജിക്കുന്നവൻ അവനോടുകൂടെ ഏക ആത്മാവായി തീരുമ്പോഴാണ് കർത്താവിൻ്റെ മനസ്സിലുള്ളത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അതിൻ്റെ വചനം ഏതാ? 1 Korinthos 6:17. 1 Korinന്ത്യർ 6:17 എന്താണത്? കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏകാത്മാവായി തീരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഏകാത്മാവായി തീരുമ്പോൾ ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. ഏത് മനസ്സാണ്? നേരത്തെ ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞില്ലേ? എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ ഈശോ മനസ്സിൽ കരുതിയിരുന്നത് നമുക്ക് ഇങ്ങോട്ട് വെളിപ്പെട്ട് കിട്ടും. അതെന്ത് തിയറിയിലാണ് കിട്ടുന്നത്? അത് ഈ വചനം അനുസരിച്ചാണ് കിട്ടുന്നത്. ഏതാണ്? ഈ 1 Korinന്ത്യർ 2:16 ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. അപ്പോൾ ഇതെന്ന് പറയണത് നമ്മൾ ആത്മീയ ജീവിതം എന്ന് പറയണത് കർത്താവിൻ്റെ മനസ്സും നമ്മുടെ മനസ്സും കൂടി പാരലായിട്ട് ഘടിപ്പിച്ച കമ്പ്യൂട്ടർ പോലെയാണ് ഈ സംഭവം. കർത്താവിൻ്റെ മനസ്സിലുണ്ടാകുന്നത് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കിട്ടും. നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നതിനാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അല്ലാത്തതൊക്കെ ആചാര ജീവിതമാണ്. പല ആൾക്കാരും ആത്മീയ ജീവിതം എന്നും പറഞ്ഞ് അനുഷ്ഠിച്ച് കൂട്ടുന്ന എല്ലാം ആചാര ജീവിതങ്ങളാണ്. അത് ആത്മീയ ജീവിതം അല്ല. ശരിക്കും പറഞ്ഞാൽ ആഴമുള്ള ആത്മീയ ജീവിതത്തിലേക്ക് വരാൻ വചനം നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട്. വചനത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് മുന്തിയ നിലവാരമുള്ള കർത്താവിൻ്റെ സഹശുശ്രൂഷകരായി നമുക്ക് വളരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ഗീത. ഇതെൻ്റെ ഭർത്താവ്, ഇതെൻ്റെ മോള് നീരജ, ഇതെൻ്റെ മോൻ നിഖിൽ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2024 ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. വന്നപ്പോൾ എനിക്ക് ഇവിടെ തിരക്കും കാരണമായി എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ശരിക്കും കഴിഞ്ഞില്ല. എന്നിട്ട് അത് മോള് ജനറൽ നേഴ്സിംഗാണ്. അവൾ GNM കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ. അവൾ എൻട്രൻസ് എഴുതി. അങ്ങനെ അവൾക്ക് പോസ്റ്റ് ബേസിക് ചെയ്യണമെന്നാണ് അവൾ ആഗ്രഹമായിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പ്രൈവറ്റായിട്ട് വിട്ട് പഠിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, മോളെ എൻട്രൻസ് എഴുതി കിട്ടുവാണെങ്കിൽ നീ പൊയ്ക്കോ, അല്ലാതെ നമുക്ക് പഠിപ്പിക്കാൻ ഇപ്പം പറ്റില്ല. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ അവൾ ജോലിക്ക് പോകാം. എന്നാലും അവൾ എൻട്രൻസ് പഠിച്ച് പഠിച്ച് എഴുതി. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നു. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ തന്നെ എനിക്ക് എന്തോ വയറുവേദന എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നി. അപ്പോൾ എൻ്റെ ആൻറ്റി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ആൻറ്റി ഉടനെ വിശ്വാസപ്രമാണം പഠിച്ചു ഉടമ്പടി തൈലം എൻ്റെ നെറ്റി കുരിശു ഇട്ട് 2 തുള്ളി എനിക്ക് കുടിക്കാൻ തന്നു. അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ എൻ്റെ അസ്വസ്ഥതയൊക്കെ മാറി. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വന്ന് ഞാൻ മോളെ കാര്യവും പ്രാർത്ഥിച്ചിട്ട് പോയി. മോളെ കാര്യം മോള് പറയും. എൻ്റെ പേര് നീരജ. അമ്മ പറഞ്ഞതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് പോസ്റ്റ് ബേസിക് എന്ന് പറയുന്ന ഒരു കോഴ്സുണ്ട്. 2 ഇയർ കോഴ്സാണ്. ജനറൽ നഴ്സിംഗ് GNM കഴിഞ്ഞ്
BSc ഇക്വലൻ്റ് ആകുന്ന 2 ഇയർ കോഴ്സാണ് പോസ്റ്റ് ബേസിക്. അപ്പോൾ എനിക്കത് പഠിക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞതുപോലെ പ്രൈവറ്റിൽ പഠിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ലായിരുന്നു. അത്യാവശ്യം പഠിച്ചു, എക്സാം എഴുതി. 500 എബോവ് 500-ലധികം പേര് എഴുതിയ എക്സാം ആയിരുന്നു. അതിൽ 70 പേർക്ക് മാത്രമേ ഗവൺമെൻറ് സീറ്റ് കിട്ടുള്ളൂ. ട്രിവാൻഡ്രത്ത് 30 പേർക്കും ബാക്കി 40 സീറ്റ് എറണാകുളവുമാണ്. എനിക്ക് ട്രിവാൻഡ്രത്ത് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. എക്സാം എഴുതി റിസൾട്ട് വന്ന സമയത്താണ് ആദ്യമായി അമ്മയോടൊപ്പം കൃപാസനത്ത് വരുന്നത്. വന്ന സമയത്ത് ആദ്യമായി ഞാൻ പ്രാർത്ഥിച്ച നിയോഗവും ഇത് തന്നെയായിരുന്നു. പോസ്റ്റ് ബേസിക്കിന് അഡ്മിഷൻ ലഭിക്കണമെന്നായിരുന്നു ഞാൻ ഫസ്റ്റ് പ്രാർത്ഥിച്ച ആഗ്രഹവും. ഫസ്റ്റ് പ്രാർത്ഥിച്ചു, പോയി. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എൻ്റെ റാങ്ക് 72, എൻ്റെ റാങ്ക് 42, എൻ്റെ മാർക്ക് 72 ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് 70 പേർക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുമെന്ന് വിചാരിച്ചു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിനി കിട്ടില്ല. ആ സമയത്ത് എനിക്ക് NHM പോസ്റ്റിംഗ് വന്നു. 2 ഇയർ വർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് രണ്ടാമത് ഇവിടെ വന്നു. അപ്പോൾ NHMന് പോകാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഥവാ എനിക്ക് അഡ്മിഷൻ ലഭിച്ചാലും റിസൈൻ ചെയ്ത് ഇറങ്ങാനേ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ 2 വീക്കിന് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തു. അത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ രണ്ടാമത് ഇവിടെ വന്ന് പോയി 2 ദിവസം കഴിഞ്ഞ സമയത്താണ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വിളിച്ചത്. സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് പോസ്റ്റ് ബേസിക്കിൻ്റെ. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ഇത് എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് കിട്ടിയത് 72 മാർക്കാണ്. ഇപ്പോൾ എന്നെക്കാൾ അധികം മാർക്ക് കിട്ടിയവരും ട്രിവാൻഡ്രത്ത് അലോട്ട്മെൻറ്റ് വെച്ചവരുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയതും എറണാകുളത്തായിരുന്നു. പക്ഷേ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പറ്റിയത്. ഇപ്പോൾ ഇതെല്ലാം അമ്മയുടെ ഒരു പ്ലാനായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇറ്റ് ഈസ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഞാൻ 2025 ജൂലൈ 20-ാം തീയതിയാണ് ഇവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അവൻ +2 കഴിഞ്ഞ് സ്പെഷ്യലായിട്ട് അവൻ ഡിഗ്രി ചെയ്യുമായിരുന്നു. അവന് കുഞ്ഞിലെ തൊട്ടേ ആർമി ആയിരുന്നു അവന് ആഗ്രഹം. അപ്പം ഒത്തിരി എക്സാമൊക്കെ എഴുതി, പക്ഷെ അവന് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ജൂലൈയിലായിരുന്നു അവന് എക്സാമും, ആർമിയുടെ എക്സാം. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. അവൻ എക്സാം റിസൾട്ട് വന്നു. അവന് എക്സാമിന് ജയിച്ചു. പിന്നെ ഫിസിക്കലും മെഡിക്കലും ഉണ്ട്. അത് ഇടുക്കിയിൽ വെച്ചായിരുന്നു. അപ്പോൾ അവൻ അതിന് പോകുന്ന മുന്നേ അവന് വയറുവേദനയും പനി ഇതൊക്കെ വന്നു. ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടൊന്നും കുറയുന്നില്ല. സെപ്റ്റംബർ 8-ാം തീയതി അമ്മ മാതാവിൻ്റെ തിരുനാൾ. അങ്ങനെ അവിടെ എൻ്റെ ഭർത്താവ് പോയി. 11-ാം തീയതിയാണ് അവന് മെഡിക്കലും ഫിസിക്കലും. അങ്ങനെ അവിടെ ഞങ്ങളുടെ കുരിശടിയിൽ അന്നദാനമുണ്ട്. അവിടെ പോയി ചോറ് വാങ്ങിച്ച് അതിൽ ഉടമ്പടി ഉപ്പിട്ട് ഞാൻ വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുത്തു. അത് കൊടുത്തിച്ച് അപ്പോൾ അവൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറി. അങ്ങനെ അവന് ഫിസിക്കലും മെഡിക്കലും ജയിച്ചവൻ. അവിടെ പോയപ്പോൾ തന്നെ അവനെന്തോ ഫസ്റ്റ് റൗണ്ട് ഓടിയപ്പോൾ തന്നെ അവന് പറ്റുന്നില്ല ഓടാൻ വേണ്ടി. അങ്ങനെ അവന് ഞാൻ ഉപ്പും തേനൊക്കെ കൊടുത്തേച്ച് അവൻ തേനും കുടിച്ച് ഉപ്പൊക്കെ ഇട്ട് അവിടെ ഗ്രൗണ്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഓടി. എന്തോ ഒരു ശക്തിയാണ് അവനെ ഓട്ടിച്ച് അത് ജയിച്ചവൻ. ഇപ്പം അവൻ 24-ാം തീയതിയാണ് അവൻ ഇപ്പം മഹാരാഷ്ട്രയിലാണ് അവൻ ട്രെയിനിങ് കഴിഞ്ഞ് അവനിന് 6-ാം തീയതി അവൻ അരുണാചൽ പ്രദേശിലാണ് അവന് ഫസ്റ്റ് പോസ്റ്റിംഗ് വന്നത്. അത് നമ്മുടെ കഴിവല്ല, എല്ലാം മാതാവിൻ്റെ കൃപയാണ്. ഇത് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി. പിന്നെ എൻ്റെ ഭർത്താവിനും ഒരിക്കൽ ഇതുപോലെ വയറിലൊരു കുരു വന്നു. ആ കുരു വന്ന് പഴുത്ത് അങ്ങനെ ഇവിടെ ഒരിക്കൽ അത് ഞങ്ങൾ വന്നപ്പോൾ ഞായറാഴ്ച ദിവസം അച്ഛൻ്റെ ആരാധന മധ്യേ അച്ഛൻ പറഞ്ഞു, പിന്നെ വയറിലൊരു കുരു വന്ന ആൾ വേദനയായിട്ടിരിക്കുന്ന അത് അമ്മ മാതാവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഞങ്ങൾ മക്കൾ ഞാനും എൻ്റെ മക്കൾ 2 പേരും തിരിഞ്ഞ് അവർ പപ്പേനെ നോക്കി. പപ്പേൻ്റെ വയറിലല്ലേ കുരു ഉള്ളത്, അതാണല്ലോ അച്ഛൻ പറഞ്ഞതും സൗഖ്യമാക്കണം എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുരു പൊട്ടി താഴ്ന്ന് വേദനയെല്ലാം അതോടെ മാറി. ഇത്ര അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി. ഞായറാഴ്ച
എല്ലാ മാസവും ഞങ്ങൾ ഉടമ്പടി എടുത്ത ശേഷം എല്ലാ മാസവും ഞായറാഴ്ച ദിവസമാണ് ഞങ്ങളിവിടെ വരുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഇല്ല, മരുന്നൊന്നും ഉപയോഗിക്കാതെ തന്നെ മാറിയത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ പുത്തൻ തോപ്പുണ്ട് ഞങ്ങൾ ഇടവകയിൽ, ആ പുത്തൻ തോപ്പിൽ പൊതിച്ചോറ് കൊടുക്കുകയും പിന്നെ ലീജൻ ഓഫ് മേരിയുടെ ഇതിൽ ആർക്കെങ്കിലും വയ്യാതെയൊക്കെ കിടക്കണം അവർക്ക് ഞങ്ങൾ സഹായിക്കും. പിന്നെ രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടി എല്ലാവർക്കും അത് ഷെയർ ചെയ്യുകയും പിന്നെ ചൊവ്വാഴ്ച ദിവസം ഉടമ്പടി ധ്യാനം കൂടും. പത്രം ഇവിടെ നിന്ന് എല്ലാ മാസവും ഞങ്ങൾ വന്ന് പത്രം വാങ്ങിച്ച് അത് എല്ലാവർക്കും ക്രിസ്ത്യാനി ഹിന്ദു അങ്ങനെ ആരുമില്ല എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുമായിരുന്നു. കുർബാന കുമ്പസാരം 2-3 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കും. കുർബാന എല്ലാം ഞായറാഴ്ച മുടങ്ങൂല, എന്നാലും ആവണത്ര ഞാൻ എല്ലാ ദിവസവും ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട്. ജപമാല പഠിക്കും, ബൈബിൾ അരമണിക്കൂർ ബൈബിൾ വായിക്കും. പിന്നെ എൻ്റെ മോൾ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവൾക്കിനി അവളൊരു എക്സാം എഴുതിയിരിക്കുന്നത്, അത് കഴിഞ്ഞ് അവൾ സാക്ഷ്യം പറയും. പിന്നെ നിത്യത വരെ അമ്മയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ആവേ മരിയ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. അവിടുന്ന് എൻ്റെ ആത്മാവിൻ്റെ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. സങ്കീർത്തനം 138 3-ാം വചനമാണ്. ഭർത്താവിന് വയറിലൊരു മുഴയുണ്ടായിരുന്നു. അതും ധ്യാനത്തിൻ്റെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയാണ്, വയറിന് ഒരു ഗ്രോത്തുള്ള ഒരു കുരുവുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ 3 പേരും അച്ഛൻ്റെ മുഖത്തേക്കാണ്, സ്വന്തം അച്ഛൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. ജോസഫ് അച്ഛൻ ധ്യാനത്തിൻ്റെ സമയത്ത് ഇങ്ങനെ പറയുകയും പെട്ടെന്ന് ഇവർ 3 പേരും കൂടെ അച്ഛൻ്റെ നേർക്ക് നോക്കുകയും ചെയ്തു. പിന്നെ ഇവിടെ വെച്ച് തന്നെയാണ് കൃപാസന അമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെ വാഷ്റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കുരുവിൽ നിന്ന് പൊട്ടിയൊലിച്ച വെള്ളവും രക്തവും കൂടെ വരുന്നതായിട്ടാണ് കണ്ടത്. അത് ഒത്തിരി നാൾ വളരെ വേദനാജനകമായ ഒരു സ്ഥിതിയിലായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ വന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയും ആ ധ്യാനം കഴിഞ്ഞപ്പോൾ തന്നെ വാഷ്റൂമിൽ ചെന്ന് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെ അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, അത് ഈ മകൻ തന്നെയാണ്. കാരണം ഇവർ 3 പേരുടെ പ്രാർത്ഥനയുടെ സമയത്ത് ധ്യാനത്തിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ അങ്ങനെ പറയുകയും പെട്ടെന്ന് സ്വന്തം അച്ഛൻ്റെ നേർക്ക് നോക്കുകയും ചെയ്തപ്പോൾ ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്, അതെൻ്റെ അച്ഛനായിരിക്കണമേ എന്ന്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ മക്കൾക്ക് ആ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, സാന്നിധ്യം, രോഗസൗഖ്യം ലഭിക്കുവാനിടയായത്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനം 138 വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഉത്തരം അരുളുന്ന ഒരു ദൈവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മ കൃപയുടെ സിംഹാസനത്തിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് നയിക്കുന്നത്. ഈശോയുടെ കൃപയിലേക്കാണ് ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതം നയിക്കുന്നത്. നാം ദൈവത്തെ വിളിക്കുമ്പോൾ ഈശോ ദൈവം മറുപടി നൽകുന്നു. ചിലപ്പോൾ സാഹചര്യങ്ങൾ മാറാതെ വന്നാലും നമ്മളെ ഹൃദയത്തെ ശക്തിയാക്കി നമ്മെ നയിക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒക്കെ വരാതിരിക്കുമ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കും മോളെ, പേടിക്കേണ്ട, നിനക്ക് വേറൊരു വലിയ പദ്ധതി ഉണ്ട് എന്ന് പറഞ്ഞു തരുന്ന ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ നല്ലതിന് മാത്രം ആലോചിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നമ്മൾ വിചാരിക്കും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ, ദൈവം എൻ്റെ കൂടെ ഉണ്ടോ എന്ന്. പക്ഷേ ദൈവത്തിനറിയാം, നമുക്ക് ഏറ്റവും ഉചിതമായ തക്ക സമയത്ത് ഉത്തരം അരുളുന്ന ആ ദൈവത്തിനറിയാം നമ്മുടെ ഓരോ കാര്യങ്ങളും. ഭയപ്പെടാതെ നമുക്കും ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ഭയപ്പെടാതെ പ്രാർത്ഥിക്കാം. ദൈവം കേൾക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഗീതയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും രോഗസൗഖ്യത്തിനും മക്കൾക്ക് കിട്ടിയ ഇന്നിപ്പോൾ ഈ മകന് അരുണാചലിൽ ഫസ്റ്റ് പോസ്റ്റിംഗ് ആണ്, ആർമിയിലേക്കുള്ള ഫസ്റ്റ് പോസ്റ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ ആ ജോലി കിട്ടിയതിനും ആർമിയിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹപ്രകാരം ജോലി ലഭിച്ചതിനും മകൾക്ക് ആഗ്രഹപ്രകാരം പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നു. എല്ലാത്തിനും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമുണ്ട്. ആ വിളിച്ചപേക്ഷ നാളിൽ ഉത്തരം മല്ലിയ ദൈവത്തിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഇവിടെ നിർത്തിയതിന് പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജെയ്മോ എന്നാണ്. നോർത്ത് പറവൂർ, എറണാകുളം ഡിസ്ട്രിക്റ്റിലെ നോർത്ത് പറവൂരാണ് എൻ്റെ സ്ഥലം. എൻ്റെ ഇവിടെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ 8 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നു. അതിൽ ഇപ്പോൾ കിട്ടിയ എനിക്ക് ആദ്യത്തെ സാക്ഷ്യത്തിൻ്റെ ഇപ്പോൾ കിട്ടിയ എനിക്ക് അനുഗ്രഹങ്ങൾ ഞാൻ ഇവിടെ
സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തെ സാക്ഷ്യമായിട്ട് ഞാൻ ഇവിടെ പറഞ്ഞത്, ഒരു കോമാ സ്റ്റേജിൽ കിടക്കുന്ന ഒരു സഹോദരനെ ഇവിടെ എഴുന്നേൽപ്പിച്ച് ഞാൻ പിടിച്ചുകൊണ്ട് വന്ന്, കോമാ സ്റ്റേജിൽ കിടക്കണമായിരുന്നു, ഒന്നും ഒരു വേദന പോലും അറിയാൻ പാടാത്ത ഒരു കോമാ സ്റ്റേജിൽ കിടന്ന ഒരു സഹോദരനെ ഞാൻ 6 ആഴ്ച ഇവിടുത്തെ വിശുദ്ധ തൈലം പുരട്ടി ആ സഹോദരന് രോഗസൗഖ്യം കിട്ടി. ആ സഹോദരനായിട്ട് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഫസ്റ്റത്തെ സാക്ഷ്യം ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൾക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് അനുഗ്രഹം കിട്ടിയ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ ഇവിടെ പറഞ്ഞു. മൂന്നാമത്തെ സാക്ഷ്യമാണിത്. ഇതിൽ എനിക്ക് കിട്ടിയ ഒരു സംരക്ഷണമാണ് മാതാവിൻ്റെ, വലിയൊരു സംരക്ഷണമാണ്. എൻ്റെ വാഹനം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാറ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. രാത്രി 11:30 ആ ടൈമിൽ വാഹനങ്ങൾ ചീറി പറയുന്ന സമയത്താണ് ഞാൻ വാഹനം ഓടിച്ചുകൊണ്ട് പോയത്. ഉറങ്ങിപ്പോയി. എൻ്റെ റോങ് സൈഡിൽ വണ്ടി ഓടിച്ച് റോങ് സൈഡിൽ പോയി വാഹനം ഇടിച്ച് മതിലിടിക്കുകയും പോസ്റ്റുമേ ഇടിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഒരു പോറൽ പോലോ ഒന്നും ഏൽക്കാതെ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം കിട്ടി. അത് കാരണമെന്ന് വെച്ചാൽ മാതാവ് തന്നെയാണ് സംരക്ഷിച്ചതെന്ന് കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ ആ വാഹനത്തിൽ ഒറ്റക്കായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ജപമാല ചൊല്ലാനുള്ള രീതിയിൽ എൻ്റെ മനസ്സ് പറഞ്ഞു. ഞാൻ ആ വാഹനത്തിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ജപമാല വെച്ചാണ് ഞാൻ യാത്ര ചെയ്തത്. ജപമാല വെച്ച് യാത്ര ചെയ്തപ്പോഴാണ് ഈ സംഭവം നടന്നത്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കൊരു പോറൽ പോലും, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് തന്നെ ആ വാഹനത്തിൽ നിസ്സാര പരിക്കുകളുണ്ടെങ്കിലും വന്ന ആൾക്കാരൊക്കെ തന്നെ പറഞ്ഞ് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്കൊരു പോറൽ പോലും, ഒരു വേദന പോലും എനിക്ക് മാതാവ് അനുവദിച്ചു തന്നില്ല. അതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാനും എൻ്റെ കുടുംബവുമായി ഒരു കല്യാണം ഫംഗ്ഷന് ഞാൻ പോയപ്പോഴും അവിടെ കല്യാണ ദിവസത്തിൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ അവിടെ ചെന്നത്. കണ്ണൂരായിരുന്നു കല്യാണം. അവിടെ തലേ ദിവസം ചെന്നപ്പോൾ റൂം എടുത്ത് അവിടെ റൂമിൽ താമസിച്ചു. പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ, രാവിലത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് റൂമിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി റൂമിൽ ചെന്നപ്പോൾ എൻ്റെ ഇളയ മകൻ 1 വയസ്സായിട്ടുള്ളൂ. ആ മകൻ കട്ടിലിൽ കിടന്ന് കളിക്കുകയായിരുന്നു. കളിച്ച് കട്ടിലിൻ്റെയും ഭിത്തിയുടെയും ഇടയിൽ കുട്ടിയുടെ കൈപ്പത്തി ഇറക്കി ഗ്യാപ്പിൽ കൈപ്പത്തി ഇറക്കി കളിക്കുന്നുണ്ടായിരുന്നു. ആ കൈപ്പത്തി ഇറക്കി കളിച്ചപ്പോൾ കുട്ടിയുടെ കൈ വലിച്ചൂരിയപ്പോൾ കൈയുടെ വള 1/2 പവനോളം വരുന്ന ഒരു വള ഊരിപ്പോയി. പക്ഷേ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഫംഗ്ഷന് വരൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ബസ്സിലാണ് പോയിക്കൊണ്ടിരുന്നത്. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴാണ് കുട്ടിയുടെ കയ്യിൽ വള ശ്രദ്ധിക്കപ്പെട്ടത്. അന്നേരത്ത് വള കാണാനില്ല. അപ്പോൾ ഭാര്യ ആകെ ടെൻഷനായി. പക്ഷേ എനിക്ക് എവിടുന്ന് ധൈര്യം കിട്ടി, മാതാവിൻ്റെ അനുഗ്രഹത്തിൽ എനിക്ക് എവിടുന്ന് ധൈര്യം കിട്ടി. ഞാൻ ഭാര്യയെ ആശ്വസിപ്പിച്ചു, പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, നമുക്ക് എങ്ങും പോകില്ല, നഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഭാര്യയെ ആശ്വസിപ്പിച്ചു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അവിടെ ചെന്നിട്ട് ഞാൻ നോക്കിക്കോളാം, എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ വരൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ ഒരു സഹോദരൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു. സഹോദരൻ എൻ്റെ കൂടെ ഒന്ന് വരണം, ഞാൻ ഈ സ്ഥലത്ത് ആദ്യമാണ്, കണ്ണൂർ ആദ്യമാണ്, എൻ്റെ ഒപ്പം ഒന്ന് സഹായത്തിന് വരണം എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ പറഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞു വരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നേരെ ഞങ്ങൾ താമസിച്ച റൂമിൽ ചെന്ന് ചെന്നപ്പോൾ അവിടുത്തെ റൂമിൻ്റെ ഉടമസ്ഥൻ അവിടെ ക്ലീനേഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു, ഫോണിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി, റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ റൂമിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു, ഒരു നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു സാധനം. കാര്യം ഞാൻ എന്താണെന്ന് പറഞ്ഞില്ല. ഞാൻ ഒരു സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് റൂം തുറന്ന് ഞാൻ ബെഡും കാര്യങ്ങളൊക്കെ നോക്കി, ഒന്നും കണ്ടില്ല. എൻ്റെ മനസ്സ് പറഞ്ഞ് കട്ടിലിൻ്റെ അടിയിലേക്ക് നോക്കാൻ പറഞ്ഞു. കട്ടിലിൻ്റെ അടിയിൽ നോക്കിയപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ ആ വള ഒരു കുഴപ്പം കൂടാതെ ആ വള അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പം തന്നെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, പേടിക്കണ്ട, വള കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സഹോദരൻ്റെ ഒപ്പം തിരിച്ച് ഞാൻ വരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയെ ആശ്വസിപ്പിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ആ സഹോദരൻ്റെ ഡ്രസ്സ് എന്ന് വെച്ചാൽ അത് പച്ച കളറായിരുന്നു. മാതാവിൻ്റെ സംരക്ഷണം ആണെന്ന് അറിയിക്കാൻ വേണ്ടി പച്ച കളറാണ്. ഞാൻ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഇവിടുത്തെ പച്ചത്തിരിയുടെ കളറായിരുന്നു ആ ഡ്രസ്സിന്. അതങ്ങനെ മാതാവിനും ഈശോയ്ക്കും അതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തന്നതിന് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എല്ലാ 3 മാസം കൂടുമ്പോഴാണ് ഞാൻ പുതുക്കാൻ വരുന്നത്. ആ പുതുക്കാൻ വരുമ്പോൾ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ അതുകൊണ്ട് ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോ സ്റ്റാൻഡുകളിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അതുകൂടാതെ മാതാവ് എനിക്ക് പത്രമില്ലല്ലോ കൊടുക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് 1 2 കെട്ട് പത്രം എനിക്ക് കിട്ടാറുണ്ട്.
എനിക്ക് അതും ഞാൻ പത്രം വീട്ടിൽ കൊണ്ടുപോയി കുരിശ് ആ പത്രത്തിൽ കുരിശ് വരച്ച് തൈലം കൊണ്ട് കുരിശ് വരച്ച് വചനം എഴുതിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ എൻ്റെ പറവൂര് ഒരു വൃദ്ധസദനതോ ഉണ്ടാവും ഉണ്ട്. പിന്നെ ഒരു ബുദ്ധിക്ക് സുഖമില്ലാത്ത ഒരു അനാഥാലയമുണ്ട്. അവിടെ ഞാൻ ആഴ്ചകളിൽ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ചായ ആണെങ്കിൽ ചായ എന്താണെന്ന് വെച്ചാൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കാറുണ്ട് ആഴ്ചകളിൽ. പിന്നെ ഞാൻ ഉപവസിക്കുന്നത് ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞാൻ ഉപവസിക്കും. അത് എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കൽപ്പണിയാണ്, മേസൺ വർക്കാണ്. ബുധനാഴ്ച ശനിയാഴ്ച ഞാൻ ഉപവസിക്കും ജോലിയുടെ ഇടയിൽ. അത് 11 മണി തുടങ്ങി 3 മണി വരെ ഞാൻ വെള്ളം കൂടി ഞാൻ കുടിക്കാറില്ല. 3 മണി വരെ. അതിന് ശേഷമാണ് ഞാൻ 3 മണിക്ക് ശേഷമാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്. അത് ആ ഉപവസിക്കുന്ന അന്ന് ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ആയിട്ട് ഞാൻ ഒരു 3 പേർക്കെങ്കിലും ഒരു ഭക്ഷണം രാവിലത്തെ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അങ്ങനെ പിന്നെ കാരുണ്യ പ്രവർത്തികൾ ആര് എൻ്റെ മുൻപിൽ കൈ നീട്ടിയാലും ഞാൻ കൊടുക്കാറുണ്ട്. എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ആത്മീയ ആഴ്ചയിൽ ഞായറാഴ്ച ദിവസവും ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവും. കുർബാന കണ്ടില്ലെങ്കിൽ എന്തോ പോലെ എനിക്ക് എല്ലാ ദിവസവും ഞാൻ എഴുന്നേറ്റ് പള്ളിയിൽ പോവും. പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 3:50 ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റ് എൻ്റെ പ്രാർത്ഥന ഒരു ജപമാല ചൊല്ലി അത് കഴിയുമ്പോഴേക്കും 5:30 ടൈമാവും. ആ 5:30 ടൈമിൽ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണും. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടുകയും ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് 6 മണിക്കാണ് കുർബാന. 6 മണിക്ക് കുർബാനയ്ക്ക് പോയി വന്ന് ശേഷമാണ് ഞാൻ ജോലിക്ക് പോകാറ്. പിന്നെ കുമ്പസാരം എൻ്റെ ഇടവകയിൽ എല്ലാ വെള്ളിയാഴ്ചയും കുമ്പസാരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മിക്ക ആഴ്ചകളിലും ഞാൻ കുമ്പസാരിക്കാറുണ്ട്. 2 ആഴ്ച അങ്ങനെ ഒരു ദിവസം ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് ഒരാഴ്ച കുമ്പസാരിക്കാൻ തോന്നുകയാണെങ്കിൽ എന്ന് വെച്ചാൽ പാപത്തിലാണ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഞാൻ കുമ്പസാരിക്കും. അതുപോലെ തന്നെ മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ വീട്ടിലുണ്ടെന്നുള്ള തെളിവായിട്ട് എൻ്റെ രൂപത്തിൻ്റെ നടയിൽ ഇപ്പോഴും പച്ച നീല ലൈറ്റ് സീർ സെറ്റുകൾ, അത് ഞാൻ ഇപ്പോൾ 3ാമത്തെ സാക്ഷ്യത്തിൽ ഞാൻ പറയാറുണ്ട്. സീർ സെറ്റിൽ 4 കളറുണ്ട്. ആ 4 കളറിൽ മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പച്ചയും നീലയും ലൈറ്റ് മാത്രമേ കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടുത്തെ തിരികളുടെ കളർ മാത്രമേ കത്തുള്ളൂ. ചുമപ്പും മഞ്ഞയും ലൈറ്റ് കത്തൂല. അഥവാ ഞാൻ ഉടമ്പടിയിലല്ല, മാതാവിൻ്റെ സംരക്ഷണം എൻ്റെ അടുത്തില്ല എങ്കിൽ അത് 2-3 തവണ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. മാതാവിൻ്റെ ഉടമ്പടി ഒന്ന് ഉഴപ്പി കഴിഞ്ഞപ്പോൾ ആ ലൈറ്റ് 4 ലൈറ്റും കത്തി. 4 ലൈറ്റും കത്തി. പിന്നെ അത് തിരിച്ചു വന്നത് ഇവിടുത്തെ ഡിസംബർ 7-ാം തീയതി ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസം എനിക്കിവിടെ വരണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ കുറച്ച് പേർക്ക് പൊതിച്ചോറ് കൊടുക്കാനാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ അയൽവക്കക്കാരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും സമ്മതിച്ച് എനിക്ക് പൊതിച്ചോറുകൾ തന്നു. പൊതിച്ചോറ് തന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, എല്ലാവർക്കും കൊടുക്കാൻ പോണേണ്, നിൻ്റെ അനുഗ്രഹം സംരക്ഷണം ഉണ്ടാകണം, അതിന് തെളിവായിട്ട് നിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് വേണം എന്ന് പറഞ്ഞു. ഞാൻ ആ പൊതിച്ചോറുകൾ എണ്ണി നോക്കിയപ്പോൾ 27 പൊതിച്ചോറുകളുണ്ടായി. 27 എന്ന് പറഞ്ഞാൽ 7, അത് മാതാവിൻ്റെ സംഖ്യയാണ്. അത് അന്ന് 7-ാം തീയതിയായിരുന്നു. ആ പൊതിച്ചോറെല്ലാം കൂടി ഞാൻ എടുത്ത് എൻ്റെ കട്ടിലപ്പടി കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നടയിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ആ മഞ്ഞയും ചുവപ്പും ആ 4 കളർ കത്തിക്കൊണ്ടിരുന്നത് ആ സ്പോട്ടിൽ തന്നെ എൻ്റെ കൺമുമ്പിൽ കാണുമ്പോൾ തന്നെ ആ പച്ചയും നീലയും ആയിട്ട് മാറി. ആ 4 കളറ് 2 കളറായിട്ട് മാറി. ഇപ്പോഴും ആ കളർ അതേപോലെ തന്നെയുണ്ട്. പിന്നെ ഒരുപാട് തിരികളിലും അതുപോലെ തന്നെ മാതാവിൻ്റെ സ്മെല്ലും എല്ലാം എനിക്ക് ഒരുപാട് അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിനും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതിന് മാതാവിനും ഈശോയ്ക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഇവിടെയെല്ലാം നാം കാണുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനമാണ്. ഉടമ്പടിയിൽ നമ്മൾ വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെയാണ് നാം നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ആ നിബന്ധനകൾ പാലിച്ച് വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഏത് ബുദ്ധിമുട്ട് വന്നാലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. സംരക്ഷണമായാലും നഷ്ടപ്പെട്ടു പോയാലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈശോയുടെ അമ്മയുടെ ഒരു കൃപയാണ് നമ്മുടെ കൂടെയുള്ളത്.
സങ്കീർത്തനം 30:2 പറയുന്നത്, എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങോട്ട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എൻ്റെ കൂടെ വരെ സുഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. നമ്മുടെ ഓരോ കാര്യത്തെ നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെയും അമ്മയുടെയും ആ ഇടപെടലിന് വേണ്ടി ആ സംരക്ഷണത്തിന് വേണ്ടി, ആ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്നും എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ആദ്യമായി തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും എനിക്ക് നൽകിയ എൻ്റെ ഈശോയ്ക്കും എൻ്റെ കൃപാസന മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ BSc കഴിഞ്ഞിട്ട് ഞാൻ 2 എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്തിരുന്നു. ജാമും CUETയും. ജാം എന്ന് വെച്ചാൽ IIT NITയിലേക്കുള്ള എൻട്രൻസ് ആണ്. CUET എന്ന് വെച്ചാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പം ഞാൻ ആ സമയത്ത് ഭയങ്കര എൻ്റെ മെറിറ്റിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പം എനിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചത് ഈ എക്സാമൊക്കെ എനിക്ക് എന്തായാലും കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. അപ്പം എൻ്റെ പ്രാർത്ഥനയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എനിക്ക് ജാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ ക്വാളിഫൈഡ് ആണ്, എനിക്ക് നല്ല മാർക്കുണ്ട്. പക്ഷേ എനിക്ക് എവിടെയും കിട്ടിയില്ല. എന്തോ എനിക്ക് ആരുടെയും സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല, എങ്ങനെയോ എനിക്ക് എവിടെയും കിട്ടിയില്ല. അതേപോലെ അടുത്ത CUETൻ്റെ റിസൾട്ട് വന്നു. ഈ ജാം അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് എന്തായാലും നല്ല സ്കോർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയോണ്ട് ഞാൻ CUETക്ക് കുറച്ചാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ CUETൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്കൊരു 115 എനിക്ക് മാർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അത് കുറച്ച് കുറവാണ്. അപ്പം ഞാൻ നോക്കുമ്പം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കും അവർ അഡ്മിഷൻ എടുത്ത് 3 ലിസ്റ്റ് വരെ അവരിങ്ങനെ അഡ്മിഷൻ ലിസ്റ്റ് ആരെയൊക്കെ എടുത്തു എന്നുള്ള ലിസ്റ്റ് അവർ അവരുടെ സൈറ്റിലിടും. ഞാൻ ഈ 3 ലിസ്റ്റുകൾ എടുത്ത് നോക്കി, എല്ലാം കമ്പയർ ചെയ്ത് ലാസ്റ്റ് എനിക്ക് മനസ്സിലായേ എല്ലാ യൂണിവേഴ്സിറ്റിയിലും കൂടെ ലാസ്റ്റ് എടുത്തത് 121 സ്കോറുള്ള കുട്ടീനെ വരെയാണ്. അപ്പം ഞാനും ആ കുട്ടിയും തമ്മിൽ 7 ജനറൽ പിള്ളേരുണ്ട് ഞങ്ങളുടെ ഇടയിൽ. ലാസ്റ്റ് എടുത്ത കുട്ടിക്ക് 121, എനിക്ക് 115. അപ്പം എനിക്ക് എന്തായാലും ഉറപ്പായി 7 എടുക്കുവാണെങ്കിലും 1-2 സീറ്റ് വന്നാലും ഈ 7 പിള്ളേർ എന്തായാലും കയറിയിട്ടേ എനിക്കൊരു അവസരം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ വേറെ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യാനൊക്കെ തീരുമാനിച്ചൊക്കെ ഇരിക്കുകയാണ്. ഫുൾ തകർന്നു പോയി. ഞാൻ 1 കൊല്ലം മൊത്തം ഇരുന്ന് പ്രിപ്പയർ ചെയ്തതാണ് ഈ 2 എക്സാമിന് വേണ്ടി. അപ്പോൾ മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോഴാണ് എൻ്റെ മമ്മിയാണ് എന്നെ നിർബന്ധിച്ച് ഇങ്ങനെ കൃപാസനത്തിലേക്ക് പൊക്കോ, ഉടമ്പടി എടുത്തോ എന്നൊക്കെ പറഞ്ഞു വിടുന്നത്. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എന്നിട്ട് ഉടമ്പടി എടുത്തു, അച്ഛൻ്റെ ക്ലാസ് കേട്ടു. എനിക്ക് വലിയ ധാരണയൊന്നുമില്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരാഴ്ചയോളം ഞാൻ പ്രാർത്ഥിച്ചു. ആ ഒരു സമയത്താണ് ചൂരൽമല ദുരന്തമൊക്കെ ഉണ്ടായത്. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ വീട് വയനാട്ടിലാണ്. ഞാൻ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോയി നിന്നിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കോള് വന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചത് എനിക്ക് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ കിട്ടണം എന്നായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പോയി വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പം ഞാൻ കുറച്ച് നോക്കിയപ്പം പോണ്ടിച്ചേരിനേക്കാളും തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പ്രാർത്ഥന മാറ്റി. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടിയാൽ മതി എന്നുള്ള രീതിക്ക് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്കൊരു കോള് വന്നു. അതായത് ആ യൂണിവേഴ്സിറ്റിയിൽ ആളുകളെ എടുത്തുകൊണ്ട് കുട്ടികളുടെ സീറ്റൊക്കെ ഫില്ലായി. പക്ഷെ അവർ ആ കൊല്ലം ആദ്യമായിട്ട് ലാറ്ററൽ എൻട്രി പിള്ളേരെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ മാതാവ് അങ്ങനെ പുതിയ കുട്ടികളെ എടുക്കാനുള്ള സീറ്റ് ഉണ്ടായി. അങ്ങനെയാണ് എനിക്ക് തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. ഞാനിപ്പം അവിടെ നിന്ന് MSc കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ അതായിരുന്നു എൻ്റെ ആദ്യത്തെ മാതാവിൻ്റെ ജീവിതത്തിൽ. ഞാൻ കൃപാസനത്തിൽ വന്നതിന് ശേഷം മാതാവ് എന്നെ അനുഗ്രഹിച്ച ആദ്യത്തെ കാര്യം അതാണ്. പിന്നീട് ഈ സെമസ്റ്ററിൽ ഞാൻ ഫൈനൽ ഇയർ കഴിഞ്ഞ് ഇറങ്ങി. ഫൈനൽ ഇയറിൽ ഞാൻ ജോയിൻ ചെയ്ത്, അതായത് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് ഒരു 2 ആഴ്ച ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ആദ്യം മുതലേ ഒരു സാറ് ക്ലാസ് പഠിപ്പിക്കുന്നത് എനിക്ക് ന്യൂക്ലിയർ ഫിസിക്സ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് അതൊന്ന് നന്നായി നോക്കി പഠിക്കാൻ എനിക്ക് സമയവുമില്ല, എല്ലാം പഠിക്കണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കൂട്ടി വെച്ചു. ഒരു 2 ആഴ്ച, ഒരു സാറ്റർഡേ സൺഡേ വന്നാൽ ഒരുമിച്ചിരുന്ന് പഠിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷെ പെട്ടെന്ന് സാറ് പിറ്റേ ദിവസം ഇൻറ്റേർണൽ ഇടുവാണെന്നൊക്കെ പറഞ്ഞു, ഇൻറ്റേർണൽ എക്സാം ഇടുവാണെന്ന്. അപ്പം സാറിൻ്റെ ഇൻറ്റേർണൽ എക്സാം സാർ എന്തായാലും കൗണ്ട് ചെയ്യും, ആവറേജ് ഒന്നും എടുക്കുമൊന്നുമല്ല. അപ്പം ഞാൻ മൊത്തത്തിൽ പെട്ടുപോയി.
ഞാൻ ഇങ്ങനെ രാത്രി എൻ്റെ പുസ്തകമൊക്കെ തുറന്നിങ്ങനെ ഇരിക്കുക, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഓരോന്ന് വായിക്കുമ്പോൾ ഇങ്ങനെ കരച്ചിൽ വരികയാണ്. എനിക്കൊന്നും അറിയത്തില്ല, ആ വിഷയം എനിക്കൊന്നുമേ അറിയത്തില്ല. എന്നിട്ട് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് ഈശോയ്ക്കും മാതാവിനും കസാര ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് മാതാവ് ഈശോയും വന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്ന റൂമിൽ 3 പിള്ളേരാണ് ഉള്ളത്, 2 ചെയറുമാണുള്ളത്. അപ്പോൾ എനിക്ക് കർത്താവിനും മാതാവിനും ഇട്ട് കൊടുക്കാൻ കസാരയൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ടേബിൾ വലിച്ചിട്ട് ബെഡിൽ, അങ്ങനെ ഞാൻ ചെയറിലിരുന്ന് ബെഡിൽ ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഉപ്പൊക്കെ ഇട്ട്, എൻ്റെ പുസ്തകത്തിലൊക്കെ ഉപ്പൊക്കെ ഇട്ട് ഞാനിങ്ങനെ അവിടെ ഒരുപാട് നേരം കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഈശോ വന്നിരിക്കുന്നതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര കരച്ചിൽ വരികയാണ്. എനിക്കിങ്ങനെ ഈശോ, ഞാനിങ്ങനെ മനസ്സിൽ കാണുന്ന എൻ്റെ അടുത്തിരിക്കുന്ന കർത്താവ് ഇങ്ങനെ ഒരു വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ, കർത്താവിൻ്റെ ഉടുപ്പിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ തിളങ്ങുന്നു പറയില്ലേ, അങ്ങനെ ഒരു കർത്താവാണ് എൻ്റെ അടുത്ത് വന്നിരുന്നത്. അന്നേരം എനിക്കെല്ലാം പഠിപ്പിച്ചു തന്നെ. എൻ്റെ ഇൻറ്റേർണൽ എക്സാമൊക്കെ എനിക്ക് നല്ല ഓക്കെ ആയിരുന്നു. അതുപോലെ ഞാൻ ഏത് എക്സാമിന് പോയാലും ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്തിട്ടും കാശ് രൂപം കൊണ്ടാണ് പോകല്. ഈ മാതാവിൻ്റെ ഉപ്പിട്ട് ഞാൻ എഴുതിയ എക്സാം ഒക്കെ ഒന്നിലും ഇതുവരെ തോറ്റിട്ടില്ല. എല്ലാത്തിലും ഞാൻ പാസ്സാവും. എത്ര ടഫ് സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് പോവും. ഞാൻ എന്തായാലും പാസ്സാവും. ഞാൻ ഈ മാതാവിൻ്റെ ഉപ്പ് വെക്കുന്നത് എൻ്റെ പെന്നിൻ്റെ അടപ്പിൻ്റെ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് മടക്കി പിടിക്കുന്ന മടക്കിലായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഉപ്പ് വെച്ചിട്ട് ഉള്ളിൽ കൊണ്ടുപോകാറുള്ളത്. ഞാൻ എൻ്റെ കൈക്കൊന്തയൊക്കെ കൊണ്ടുപോയി ചില ടീച്ചേഴ്സൊക്കെ അതിലിങ്ങനെ നോക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്താണ് വിചാരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ പോയി എനിക്ക് എൻ്റെ ഒരുപാട് എക്സാം മാതാവിനെ രക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ മാസ്റ്റേഴ്സ് ഞാൻ ഫൈനൽ ഇയർ കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങളുടെ ഫൈനൽ ഇയറിൽ പ്രൊജക്റ്റ് ഉണ്ട്. പ്രൊജക്റ്റിന് വൈവ നടത്തും ലാസ്റ്റ്. അപ്പം നോർമലി എൻ്റെ ലാബിലൊക്കെ വൈവയ്ക്ക് വരുന്ന സെയിം പാനലാണ് ഇതിനുള്ളത്. അപ്പോൾ അവർ 2 പാനലുണ്ട്. ഒരു പാനലിലുള്ള വൈവ നടത്തുമ്പോൾ കുറച്ച് എളുപ്പമാണ്, മറ്റു പാനൽ കുറച്ച് ടഫാണ്. അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് ഭയങ്കര വിഷയമാണ് ക്വസ്റ്റ്യൻസൊക്കെ. അപ്പം ഞാൻ നോക്കുമ്പം തലേ ദിവസം പോയി നോക്കിയപ്പം എൻ്റെ വൈവയ്ക്ക് എനിക്ക് കിട്ടിയത് ഈ ടഫായിട്ടുള്ള ടീച്ചേഴ്സ് ആ പാനലാണ് എന്നെ വൈവ നടത്തുന്നത്. അപ്പം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര പേടിയാണ്, ഒരു ഇതുമില്ല. എന്നിട്ട് ഞാൻ കുറേ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു, മാതാവിനോട് കുറേ പ്രാർത്ഥിച്ചു. മാതാവിനോട് ഈശോനോടും ആ വൈവ നടക്കുന്ന റൂമിനുള്ളിൽ വന്ന് ഇരിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പും കൊണ്ട് ഉള്ളിലിട്ട് ഞാൻ വൈവയ്ക്ക് പോയി. ശരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാൽ ഒരുപാട് കടുപ്പുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആളുകൾ വരെ ശരിക്കും ഇപ്പോൾ എൻ്റെ പപ്പയോ അമ്മയോ ആരെങ്കിലുമൊക്കെ വൈവയ്ക്കൊക്കെ വന്നാൽ അവരത്രയും കംഫർട്ടബിളായി എന്നെ ആക്കി ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ, അതായത് അത്രയും എനിക്ക് നല്ലത് വരണമെന്ന് വിചാരിച്ച് ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, അത്രയ്ക്ക് നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവർ എന്നോട് ചോദിച്ചിരുന്നത്. എൻ്റെ ഈശോയും മാതാവ് ആ റൂമിലുണ്ടായിരുന്നു, എന്നെ അത്രയ്ക്ക് സഹായിച്ചു അവർ. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പം ഞങ്ങൾ 3 പേരാണ് ഒരു റൂം ഷെയർ ചെയ്യുന്നത്. ഞാൻ ലാറ്ററൽ എൻട്രി ചെന്നുകൊണ്ട് എനിക്ക് ബങ്ക് ബെഡായിരുന്നു കിട്ടിയത്. അപ്പം അപ്പോൾ എനിക്ക് എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ ഉണ്ട് എൻ്റെ സാധനങ്ങളൊക്കെ. പക്ഷേ മറ്റ് 2 പേരുള്ളപ്പോൾ എനിക്കത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പം 3 പേരും എന്തായാലും വരുമല്ലോ, അപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. അത് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവിൻ്റെ ഉപ്പ് എല്ലായിടത്തും ഇട്ടിട്ട് പ്രാർത്ഥിച്ചു. ഞാനത് മറന്നുപോയി. പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ പോയപ്പം 11 മണി തൊട്ട് 1 മണി വരെയുള്ള 2 അവർ ക്ലാസ് ഒരു പ്രൊഫസർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ ആ സമയത്ത് ലൈബ്രറിയിൽ പോയിരുന്നു. പക്ഷെ എനിക്കവിടെ ഇരിപ്പുറയ്ക്കുന്നില്ല, എനിക്കവിടെ ഇരിക്കാനേ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ലാസ്റ്റ് വിചാരിച്ചെന്നാൽ റൂമിൽ പോയി ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്തു. അവർ 2 പേരും അവിടെ ഇല്ലായിരുന്നു, വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളാണ്. അപ്പോൾ എന്നിട്ട് അന്ന് വൈകുന്നേരം പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ച് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ള കാര്യം. പിന്നെ എനിക്ക് ഉറങ്ങുന്ന സമയത്ത് ചെറിയ ഭയം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ കിടക്കാൻ നേരത്ത് ഒരു ദിവസം ഇച്ചിരി പ്രശ്നമായപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്ത് മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിച്ച് എൻ്റെ കട്ടിലിൽ ഉപ്പൊക്കെ ഇട്ട് ഞാൻ കുറേ നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഞാനത് മറന്നുപോയി. ഈ അടുത്ത് അതിനെപ്പറ്റി ഞാനിങ്ങനെ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് എനിക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു എന്നും അങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് മൊത്തം കർത്താവ് അത് ഹീലാക്കി തന്നു എന്നുള്ള കാര്യം.
അതേപോലെ എപ്പോഴും എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ അതായത് ലൈഫിലെ ലോവസ്റ്റ് സാധനങ്ങൾ വരുമ്പം ഭയങ്കര കരച്ചിൽ വരുമ്പം എപ്പോഴും ഞാനിങ്ങനെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാലോ മാതാവിനോട് പ്രാർത്ഥിച്ചാലോ എപ്പോഴും എനിക്ക് ഈശോയുടെ മാതാവിൻ്റെയും പ്രസൻസ് എൻ്റെ അടുത്ത് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ കർത്താവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. സാമ്പത്തികമായിട്ടല്ലെങ്കിലും അതായത് എൻ്റെ കൂട്ടുകാരിപ്പം എനിക്ക് ചിലർക്കൊക്കെ ചില കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് അറിയാം, അങ്ങനെയുള്ളവരെ സഹായിക്കാറുണ്ട്. വഴിയരികിൽ കാണുന്നവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാറുണ്ട്, വസ്ത്രമൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാറുള്ളത്. പ്രേക്ഷിത പ്രവൃത്തി ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന പത്രം ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്, അപ്പോൾ അവിടെയും ഇവിടെ കേരളത്തിലൊക്കെ കൊടുക്കാറുണ്ട്. അതേപോലെ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ അവിടെ ഒരു പള്ളിയിൽ നമ്മൾ കുറച്ച് ആൾക്കാർ കുറച്ച് ആക്റ്റീവായി എല്ലാം ചെയ്യാറൊക്കെ. സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 9-ാം വാക്യം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ചിഞ്ചു NT വയനാട് നമുക്ക് മുമ്പിൽ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ പ്രാർത്ഥന ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കാണുന്ന ഒന്നുണ്ട്. ഈ മകൾ പറയുകയുണ്ടായി, ഞാനെപ്പോഴും എൻ്റെ മെറിറ്റിൽ നോക്കിയിരുന്നു, എന്നാൽ ഞാൻ എഴുതിയ ജാമും CUT എക്സാമും എൻട്രൻസ് എക്സാമും എന്നാൽ ഇതിൽ എനിക്കൊന്നും ഒരു അഡ്മിഷൻ കിട്ടാത്ത തരത്തിലുള്ള കടന്നു പോവുകയും ചെയ്തത്. അങ്ങനെയാണ് ഈ മകള് ഉടമ്പടി എടുക്കുവാനായിട്ട് ഇങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഉടമ്പടിയോട് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ മകൾക്ക് മനസ്സിലാകുന്നത് ദൈവത്തെ തൻ്റെ ജീവിതത്തോട് ചേർത്തി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നുള്ള ബോധ്യം. അതുകൊണ്ട് തന്നെ ഈ മകൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തമിഴ്നാട്ടിൽ എക്സാം അവിടെ അഡ്മിഷൻ ലഭിക്കുകയും അവിടെ തുടർന്ന് പഠിക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയും ചെയ്തത് ഈ പരിശുദ്ധ അമ്മ ഈ മകളുടെ ജീവിതത്തിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ അവിടെ ആയിരുന്നപ്പോഴും പരീക്ഷ പാനലൊക്കെ ആണെങ്കിലും നിരവധിയായ തടസ്സങ്ങളുണ്ടായിരുന്നു. അത് നേർച്ച ഉടമ്പടി വസ്തുക്കളോട് ചേർന്നുകൊണ്ട് അത് ഉപ്പിട്ടും ഉടമ്പടി തൈലൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോഴും അത് പൂർണ്ണമായിട്ടും ഈ മകൾക്ക് പരിശുദ്ധ അമ്മയുടെ തുടർന്നുള്ള സംരക്ഷണം കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എക്സാം പാനലിലേക്ക് വരുന്ന പ്രൊഫസർമാരാണെങ്കിലും ഒരു മാതാപിതാക്കളോട് സംസാരിക്കുന്നത് പോലെയാണ് മകൾക്ക് എക്സാമിലൊക്കെ പങ്കെടുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുകയൊക്കെ ചെയ്തു. അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ടും അതുപോലെ ഈശോയെ തൻ്റെ സാന്നിധ്യം കൊണ്ട് മനസ്സിലാക്കുവാനൊക്കെ ആയിട്ട് ഈ മകൾക്ക് സാധിച്ചത് ഉറച്ച വിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മകൾക്കുണ്ടായിരുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ അത് ഭയമാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും അത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലൂടെ എല്ലാറ്റിനെയും മാറ്റിയെടുക്കുവാനായിട്ട് ഈ മകൾക്ക് സാധിച്ചത് ഉടമ്പടിയോട് ചേർന്ന് കൊണ്ടുള്ള തൻ്റെ ജീവിതം തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കേണ്ട സാധിക്കണം. ഇനി ഈ മകളുടെ ജീവിതത്തിൽ തുടർന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെ ഇനിയും മാറ്റണമേ എന്നും ഒപ്പം നമ്മുടെ ഓരോരുത്തരേക്ക് നിയോഗങ്ങളിലും ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മളെയും പ്രത്യക്ഷീകരണ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ ആൾത്താരയിൽ സാക്ഷ്യം പറയുവാൻ നിർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരമപിതാവിനും ഞാൻ 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അനിത. ഇത് എൻ്റെ മകൾ അപർണ. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നു. കൃപാസനത്തെപ്പറ്റി ഞാൻ ആദ്യമായി കേൾക്കാനിടയായത് എൻ്റെ മകൻ പറഞ്ഞ ഒരു ട്രോളിലൂടെയാണ്. അടുത്ത വീട്ടിലെ ചേച്ചി തന്ന ഒരു ഫോണിൽ ഞാൻ ആദ്യമായിട്ട് അച്ഛന്മാരുടെ ടോക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എൻ്റെ മോൻ എന്നോട് വന്ന് പറഞ്ഞു, അമ്മ ഇങ്ങനെ കുറേ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു, അതാ കൃപാസനത്തിലെ പത്രം ചമ്മന്തി അരച്ച് കഴിച്ച് ആരോ ആശുപത്രിയിലായി എന്നൊക്കെ വന്ന് പറഞ്ഞ് കളിയാക്കി എന്നെ. അങ്ങനെ ഞാൻ കൃപാസനം യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോഴാണ് ഇവിടുത്തെ സാക്ഷ്യം. മാവേലി എക്സ്പ്രസ്സിന് മുമ്പിൽ ഒരു കുട്ടി മരിക്കാൻ വേണ്ടി പോകുന്നതിനായിട്ട് കോഴിക്കോട് ഇരുന്നപ്പോൾ അവളുടെ അടുത്തേക്ക് ഒരു കൃപാസനവും പത്രവുമായി ആരോ വന്നു. അങ്ങനെ ഞാൻ എപ്പോഴും സാക്ഷ്യങ്ങൾ കേട്ടു തുടങ്ങി. അങ്ങനെ അച്ഛൻ്റെ ടോക്കുകളും എല്ലാ ആഴ്ചയിലെ ധ്യാനങ്ങളും എല്ലാം പതിവായി കൂടി തുടങ്ങി. അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായി. അങ്ങനെ ഞാൻ വിചാരിച്ചു, ഉടമ്പടിയിൽ വേണ്ടത് വിശ്വസ്തതയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, എന്തായാലും വിശ്വസ്തതയോടെ എനിക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞാൻ ഉടമ്പടി എടുക്കുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ
കൃപാസനത്തിൽ വരുന്നവർ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്തു നിന്നൊക്കെയുള്ള കുറേ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് പത്രം വാങ്ങിക്കൊണ്ട് തരണം. ഈ പത്രങ്ങളെല്ലാം എനിക്ക് ഒരു സങ്കോചമില്ലാതെ കൊടുക്കാൻ പറ്റുമെങ്കിൽ, ബാക്കി കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിലും മാത്രം ഞാൻ ഉടമ്പടി എടുത്താൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ ഒത്തിരിയേറെ പത്രങ്ങൾ വാങ്ങി പ്രേക്ഷിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. കാരുണ്യ പ്രവർത്തികൾ അടുത്തുള്ള 2-3 അനാഥാലയങ്ങളുണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പം ഞാൻ അവിടെയെല്ലാം പോയി അവർക്ക് വേണ്ട സാധനങ്ങളും സോപ്പ്, ലോഷൻ, അങ്ങനെ തുണി, അവർക്ക് എന്താണോ ആവശ്യമെന്ന് ഓരോ പ്രാവശ്യവും പോകുമ്പം പറയുകയാണെങ്കിൽ അതെല്ലാം ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വന്ന് 6/6/2023 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് 10-27 വർഷമായി മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ആ മൈഗ്രെയിൻ ഇപ്പോൾ 3 വർഷമായിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനത് പ്രത്യേകിച്ച് ഉടമ്പടിയിൽ വെച്ചില്ലായിരുന്നു. ബാക്കി ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ വെച്ചില്ലെങ്കിലും എനിക്ക് ആദ്യം മാറിക്കിട്ടിയത് എൻ്റെ മൈഗ്രെയിൻ ആയിരുന്നു. ആഴ്ചയിൽ 1 ദിവസം എന്നോണം ഞാൻ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷനും ട്രിപ്പും ഇട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ശരീരം മുഴുക്കെ വെയിൽ കൊള്ളുമ്പം വല്ലാത്ത അലർജി ഉണ്ടായിരുന്നു എനിക്ക്. വെയിൽ കൊള്ളുമ്പോഴും കുറേ ഭക്ഷണപാനീയങ്ങൾ എനിക്ക് അലർജി ആയിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചൊറിയുകയും തലകറങ്ങി വീഴുകയും വളരെ ശ്വാസം മുട്ടലുണ്ടാകുകയും മൈഗ്രെയിൻ കൂടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 10-30 വർഷത്തോളം ഞാൻ വളരെ കഷ്ടപ്പെട്ടതായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം അതെനിക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇടയ്ക്ക് സാക്ഷ്യം പറയാൻ വൈകിയത് കൊണ്ടായിരിക്കും, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എനിക്ക് ചെറുതായിട്ടൊരു തലവേദന വന്ന് ഞാൻ ഒരിക്കലും ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചാണ്, എനിക്ക് ഉപ്പ്, തേന്, തൈലം ഇതെല്ലാം ഉപയോഗിച്ചാണ് എനിക്ക് ഈ മൈഗ്രെയിനും എൻ്റെ ശരീരത്തിലെ ചൊറിച്ചിലെല്ലാം മാറിക്കിട്ടിയത്. എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് ഭാഗം എങ്ങനെയുണ്ട്. അപ്പം ഈ സാക്ഷ്യം പറയുന്നതിന് ശേഷം അതും കൂടെ മാറിക്കിട്ടുമെന്ന് ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നു. 30 വർഷത്തോളം ആയിട്ടുള്ള അലർജിയാണ്. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തുടങ്ങി കുറേ ഹോസ്പിറ്റലുകളിൽ പോയി ഈ അലർജിക്കും മൈഗ്രെയിനും വേണ്ടി. അവസാനം ശ്രീചിത്രയിൽ വരെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ശ്രീചിത്രയിലെ ട്രീറ്റ്മെൻറ്റിൽ പെട്ടെന്ന് ഞാനൊരു നോർമൽ ബോഡിയുള്ള ആളായിരുന്നു. അപ്പം 6 മാസം തുടർച്ചയായിട്ട് മരുന്ന് കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് വണ്ണം വയ്ക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് ഞാൻ അവിടെ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു, എനിക്കിത് കഴിക്കുമ്പം വല്ലാതെ ശ്വാസം മുട്ടുകയും വണ്ണം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെ അത് നിർത്തി. പിന്നീട് ഞാൻ ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ വിശുദ്ധ തൈലവും ഉപ്പും തേനും മാത്രം ഉപയോഗിച്ചാണ് എനിക്ക് ഇതെല്ലാം മാറിക്കിട്ടിയത്. ഇതിന് ഞാൻ അമ്മയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. അലർജി ആയിരുന്നപ്പോൾ ഞാൻ ഐസ്ക്രീം, തൈര് ഇതൊന്നും ഒത്തിരി വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു. നാരങ്ങ ജ്യൂസുകൾ, ചില പഴവർഗ്ഗങ്ങൾ, പൊടി, വെയിൽ, സുഗന്ധങ്ങളായാലും സ്പ്രേ, പൗഡർ ഒന്നും തന്നെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇത് എൻ്റെ മകൾ അപർണ, 3ാമത്തെ സാക്ഷ്യം. എൻ്റെ മകൾ അപർണയ്ക്ക് BSc നേഴ്സിംഗ് അവൾക്ക് നേഴ്സിംഗ് പഠിക്കുന്നതിന് താല്പര്യമില്ലായിരുന്നു. ഇവളുടെ അച്ഛൻ വളരെ അസുഖമായിട്ട് 14 വർഷത്തോളം കിടപ്പിലായിരുന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞങ്ങൾ മാസങ്ങളോളം ആശുപത്രികളിലായിരിക്കും. അപ്പം ആശുപത്രികളിലൂടെ നടന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ 2 മക്കളിൽ ആരെങ്കിലും ഒരാൾ മെഡിക്കൽ പരമായി എന്തെങ്കിലും പഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു. അങ്ങനെ അവൾക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിരുന്നു ഇഷ്ടം. എങ്കിലും ഞാൻ ഒത്തിരിയേറെ നിർബന്ധിച്ച് അവളോട് പറഞ്ഞു, മോളെ നീ നേഴ്സിങ്ങിനെങ്കിലും കൊടുക്കുക. അവൾക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി, അവിടെ പോയി ചേരുകയും ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും BSc നേഴ്സിങ്ങിനും ഇട്ടിരുന്നു. അപ്പം നേഴ്സിങ്ങിന് കോട്ടയം തലയോലപ്പറമ്പിലായിരുന്നു അവൾക്ക് അഡ്മിഷൻ കിട്ടിയത്. അവിടെ വന്ന് അഡ്മിഷൻ എടുത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ. 1-ാം വർഷം അവൾ തന്നെ പഠിച്ച് എങ്ങനെയൊക്കെയോ പാസ്സായി. 2-ാം വർഷം തുടങ്ങി അവൾ പറഞ്ഞു, എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല, ഞാൻ എന്തായാലും ജയിക്കില്ല, ഞാൻ തോറ്റുപോകും, വളരെ ബുദ്ധിമുട്ടാണ് അമ്മേ പഠിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എപ്പോഴും അവൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ഉടമ്പടി വന്ന് നേർച്ച വസ്തുക്കളെല്ലാം അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമായിരുന്നു. ചെറിയ കാശുരൂപവും തൈലവും ഉപ്പും തേനും എല്ലാം കൊടുക്കുമായിരുന്നു. അതെല്ലാം ഉപയോഗിച്ച് ഞാൻ അവളുടെ കോളേജിൽ പോകുമ്പം അവിടുത്തെ കുട്ടികൾക്കെല്ലാം പത്രം കൊടുക്കുകയും അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും മോൾക്ക് ഉപ്പ് ഉപയോഗിക്കാൻ കൊടുക്കുകയും ചെയ്തു. അതിലൂടെ അവൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ അവൾ 4-ാം വർഷവും പാസ്സായി. അവൾ ജോലി ചെയ്യുകയായിരുന്നു. ജോലിയും ചെയ്ത്
ഇപ്പോൾ MSc പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എൻ്റെ പേര് അപർണ. എനിക്ക് BSc നഴ്സിംഗ് ഇഷ്ടമല്ലാതെയാണ് ഞാൻ പഠിക്കാൻ പോയത്. ആദ്യത്തെ വർഷം ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. കഷ്ടപ്പെട്ടു, എങ്ങനെയൊക്കെ പഠിച്ചു, ജയിച്ചു. രണ്ടാമത്തെ വർഷം തുടങ്ങി ഇത് എനിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് പോരണം എന്നായിരുന്നു. പിന്നെ ഒത്തിരി കഷ്ടപ്പാടായ സമയത്തായിരുന്നു അമ്മ ഇവിടെ ഉടമ്പടി എടുത്തത്. അപ്പോൾ അമ്മയുടെ ഉടമ്പടി കാശ് രൂപം അതൊക്കെ വെച്ചിട്ട് അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത്. പിന്നീട് അവിടുത്തെ ഉടമ്പടി തൈലമൊക്കെ തരുമായിരുന്നു. ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് ഉടമ്പടി കാശ് രൂപം എക്സാം ഹാളിലോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ തൈലമൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അതിലൂടെ ഒരു വർഷം പോലും എനിക്ക് സപ്ലി ഇല്ലാതെ എല്ലാ വർഷവും ഞാൻ എല്ലാ എക്സാംസിനും പാസ്സായി. BSc നഴ്സിംഗ് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും ഒരായിരുന്നു നന്ദി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞാൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന് എൻ്റെ എല്ലാ അനുഭവങ്ങളും, എൻ്റെ നാട്ടിൽ ഏകദേശം എന്നെ അറിയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം ഞാൻ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി നടന്ന് വീടിന് ചുറ്റും എൻ്റെ പരിസര പ്രദേശത്ത് എവിടെയായാലും ഞാൻ അന്യ സംസ്ഥാനത്തിൽ പോകുമ്പോൾ പോലും അവിടെയുള്ള പത്രം വരെയും മേടിച്ചുകൊണ്ട് പോയി ഞാൻ പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു തന്നെ ചെയ്യും. എല്ലാവരും എന്നെ പരിഹസിക്കുകയും എപ്പോഴും കൃപാസന മാതാവിൻ്റെ ആളെന്ന് പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനതൊന്നും എപ്പോഴൊക്കെ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാനതെല്ലാം മാതാവിനോട് പറഞ്ഞു. പക്ഷേ ഞാൻ ഒരിക്കലും അത് നിർത്തിയിട്ടില്ല. ഞാൻ ഓരോ പ്രാവശ്യവും ഓരോ കപ്പേളകളിലൊക്കെ കിടക്കുന്ന പത്രങ്ങളെല്ലാം ആൾക്കാർ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കും. ഞാനതെല്ലാം പോയി, ഞാനും എൻ്റെ ഒരു അനിയത്തിയുടെ മോളുണ്ട്, അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവൾ ഞാനും കൂടെ പോയി. മോളെപ്പോഴും എൻ്റെ അടുത്തില്ല, അവൾ കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അവളില്ലായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയുടെ മോളും കൂടെ എപ്പോഴും ഈ പത്രങ്ങളെല്ലാം പെറുക്കി ഓരോ സ്ഥലങ്ങളിലും നടന്ന് ഓരോ വീടുകളിലായിട്ട് കൊടുക്കും. എപ്പോഴും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഞാൻ മാത്രം ജോലി ചെയ്താണ് എൻ്റെ വീട് കഴിഞ്ഞു പോകുന്നത്. ഞാൻ തയ്യൽ പഠിപ്പിക്കുകയാണ്. കുറച്ച് വീട്ടിലിരുന്ന് തയ്ക്കുകയും ചെയ്യും. അപ്പം ഞാനൊരു കോൺവെൻറ്റിൽ തയ്യൽ പഠിപ്പിക്കുന്നു. അപ്പം അത് എൻ്റെ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഓഹരിയും ഞാൻ കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഓരോരുത്തർക്കും എന്താവശ്യമെന്ന് പറയുന്നതോ, ഞാൻ പോകുന്ന വഴിക്ക് ആഹാരമായിരിക്കും, എന്തെങ്കിലും വസ്ത്രമായിരിക്കും, അവർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഒത്തിരി പേരെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് തന്നെ ഞാൻ മറ്റുള്ളവരെ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് എൻ്റെ അയൽ വീട്ടിലുള്ള ഒത്തിരി പേർക്കും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവർ ഓരോരുത്തരായിട്ട് വന്ന് സാക്ഷ്യം പറയും. എല്ലാ മാസം എന്നോണം ഞാൻ ഒത്തിരിയേറെ പേരെ ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ശ്രമിക്കുന്നതല്ല, മാതാവ് അവരുടെ കൂടെ ഞാൻ പത്രം കൊടുക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടിയാണ് ഞാൻ കൊടുക്കുന്നത്. എന്നിട്ട് പറയും, മാതാവേ ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം കൈകളിൽ എത്തണമേ. ഞാൻ എങ്ങനെയാണോ ഈശോയെ മാതാവിനെ അറിഞ്ഞത് അതുപോലെ അവർക്കും സ്വന്തമായിട്ട് വരാൻ തോന്നുവാണെങ്കിൽ മാത്രമേ ഞാൻ കൊണ്ടുവരാറുള്ളൂ. ഇങ്ങോട്ട് നിർബന്ധമായിട്ടൊന്നും ഞാൻ എങ്ങനെ പറഞ്ഞു കൊണ്ടുവരാറില്ല. കാരണം ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ? ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു പള്ളിയാണ്. നിങ്ങൾ ചെന്നാൽ എന്തായാലും നിങ്ങൾക്കൊരു കൃപ കിട്ടാതിരിക്കുകയില്ല. മാതാവ് ഈശോയിൽ നിന്ന് നിങ്ങൾക്ക് കൃപ തീർച്ചയായിട്ടും വാങ്ങിത്തരും. നിങ്ങളെ ഉപേക്ഷിക്കില്ല. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും കൂട്ടായിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നിങ്ങൾ സ്വന്തം അമ്മയെപ്പോലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞ് എല്ലാവരോടും ഞാൻ പറയും. ഞാൻ യാത്രാവേളകളിൽ കാണുന്ന ആൾക്കാരോട് എല്ലാവരോടും സംസാരിക്കും. പലരും പരിഹസിക്കാറുണ്ട്, മുസ്ലിം സഹോദരങ്ങളായാലും അവരൊക്കെ പത്രം കൈനീട്ടി വാങ്ങാറുമുണ്ട്. അവരൊന്നും പുച്ഛിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നോട് വഴക്ക് പറഞ്ഞിട്ടുള്ളത് ക്രിസ്ത്യൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ താമസിക്കുന്നത് ക്രിസ്ത്യൻസ് ഒത്തിരിയേറെ ഉള്ള സ്ഥലങ്ങളിലാണ്. അവർക്കില്ലാത്ത വിശ്വാസമാണോ എനിക്കെന്ന് ചോദിച്ച് എന്നോട് വല്ലാതെ ചിലപ്പോഴൊക്കെ പരിഹസിക്കാറുണ്ട്, ചില വീടുകളിലൊക്കെ പത്രം കൊടുക്കാനായിട്ട് പോകുമ്പം. അതുകൂടാതെ ഒത്തിരി പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുമ്പം ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പം വല്ലാത്തൊരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധമായിരുന്നു എനിക്ക് ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു, ഇവിടെ എവിടെയും മുല്ലയൊന്നും കാണുന്നില്ലല്ലോ, ഇത്രയും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരാനായിട്ട് എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അന്ന് ഉടമ്പടി എടുത്തില്ല. അതിനുശേഷം ഞാൻ പിന്നെയാണ് വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോഴും എനിക്ക് ആ ഉടമ്പടി എടുക്കാനായിട്ട് ഉടമ്പടി ഹാളിലേക്ക് ചെന്നപ്പോൾ ഞാൻ അവിടെയൊന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് മുല്ലപ്പൂവൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ അവിടെയും എനിക്ക് ഒത്തിരി നല്ലൊരു സുഗന്ധം കിട്ടി. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം എൻ്റെ വീട്ടിൽ തന്നെ
അവിടെ മുല്ലപ്പൂ ഒന്നുമില്ല, ഞങ്ങളുടെ വീട്ടിൽ മുല്ലപ്പൂ ഒന്നുമില്ല, അല്ലാത്ത പൂക്കളുണ്ട്, മണം അങ്ങനെയുള്ള പൂക്കളല്ലായിരുന്നു. ഞാൻ എല്ലായിടത്തും പോയി നോക്കി. എനിക്ക് 2-3 പ്രാവശ്യം വീട്ടിൽ വെച്ചും സുഗന്ധാഭിഷേകം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ തിരികത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ രൂപവും മാതാവിൻ്റെ രൂപവും റോസാപ്പൂവിൻ്റെ രൂപവും എല്ലാം പിന്നെ ഇതിൽ തിരിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്ന അമ്മയ്ക്ക് എൻ്റെ ജീവിതത്തെ ഇത്രയേറെ എപ്പോഴും അമ്മയുടെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണമെന്നും അവസാനം വരെ ഞാൻ ഉടമ്പടിയിൽ അധികം ആഗ്രഹങ്ങളും അനുഗ്രഹങ്ങളും ഒന്നും ചോദിക്കാറില്ല. അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം അതെൻ്റെ ജീവിതത്തിൽ നടത്തി തരണമേ. എൻ്റെ വിശ്വാസത്തെ മറ്റാരും പറിച്ചുകൊണ്ട് പോകാത്ത വിധം എന്നെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ എൻ്റെ ഈ വിശ്വാസം ഉണ്ടാകണമേ എന്ന് മാത്രമാണ്, അമ്മ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. കർത്താവിനോട് മറ്റുള്ളവരെ ഈ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹവും മറ്റുള്ളവർക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. ജെറമ്യ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം വചനമാണ്. കണ്ണീരോടെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വരുമ്പോൾ നമ്മുടെ കണ്ണീരൊപ്പി നമ്മെ ആശ്വസിപ്പിച്ച് വിടുന്ന ഒരു അമ്മയുടെ വാത്സല്യവും കരുണയുമാണ് നാം ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നത്. നമ്മെ നീരൊഴുക്കുകളിലേക്ക് നയിക്കുന്ന ഒരമ്മ ഈശോയിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും കരം പിടിച്ച് കൃപാസനം അമ്മ നമ്മെ നയിക്കുന്നത്. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല എന്നാണ് വചനം പറയുന്നത്. ഉടമ്പടിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളിൽ കൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിലും നമ്മുടെ ആ വഴികൾ സുഗമമാക്കി തരുന്ന, നമ്മളെ കാലിടറാതെ നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഉടമ്പടിയിലൂടെ ആ സുഗമമാക്കുന്ന ആ ദൈവത്തിലേക്കാണ് നാം ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. അനിറ്റ എന്ന സഹോദരിയും മകൾ അപർണയും നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് മകതനെയാണ്. ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ലഭിച്ച ആ അനുഗ്രഹങ്ങളെപ്പറ്റി 25 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു മൈഗ്രെയിൻ ഹെഡേക്കായിരുന്നു. ആ രോഗം വന്ന് പലപ്പോഴും ഹോസ്പിറ്റലിൽ പോയി, മിക്കപ്പോഴും പല ആഴ്ചകളിലും ട്രിപ്പിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. പക്ഷെങ്കിൽ കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നപ്പോഴാണ് ആ രോഗസൗഖ്യം ലഭിച്ചത്. ആ സഹോദരി പറയുകയുണ്ടായി, ആദ്യം പരിശുദ്ധ അമ്മയെ പറ്റി കേട്ടത് ഒരു പത്രത്തിൽ കൂടിയാണ്. പത്രം കിട്ടി, അച്ഛൻ്റെ ടോക്ക് കേൾക്കുമായിരുന്നു. പക്ഷെങ്കിൽ മകൻ ഒരു ട്രോളാണ് തന്നത്, അതും കൃപാസനത്തിനെതിരായിട്ട് പത്രത്തെപ്പറ്റി ഇഷ്യൂവായിട്ട് ആരോ എവിടെയോ ചെയ്ത ഒരു ട്രോളാണ് മകൻ കൊടുത്തത്. പക്ഷേ ആ ട്രോൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പിന്നീട് അതിൻ്റെ മറുപടിയായിട്ട് അമ്മ മാതാവ് തന്നെയാണ് ഈ സഹോദരിയെ വേറൊരു സാക്ഷ്യം കൽപ്പിച്ചത്. അതായത് നമ്മളെല്ലാവരും കേട്ട് കാണും, ഉടമ്പടി സാക്ഷ്യത്തിൽ ഒരു ചേച്ചി മരിക്കാനായിട്ട് ഒരു ട്രെയിൻ വരാനായിട്ട്, ആ ട്രെയിനിൻ്റെ പേര് ട്രെയിനിൻ്റെ പേര് മാവേലി എക്സ്പ്രസ് വരാനായിട്ട് കാത്തിരിക്കുകയും അവിടെ ഒരു കൃപാസന പത്രം കിട്ടുകയും പിന്നീട് ആ ചേച്ചി ഇവിടെ വന്ന് കൃപാസന ഉടമ്പടി എടുത്ത് അതിൻ്റെ ജീവിതത്തിൽ വന്ന ഒരു വലിയ മാറ്റത്തെപ്പറ്റി ഒരു ഉടമ്പടി സാക്ഷ്യമാണ് ഈ സഹോദരിക്ക് കിട്ടിയത്. പിന്നീട് പെട്ടെന്ന് തന്നെ അത് അമ്മയുടെ ഒരു ഇടപെടൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മകൻ ട്രോൾ കൊടുക്കുകയും മാതാവ് ഈ സാക്ഷ്യം കൽപ്പിക്കുകയും കൂടിയാണ്. അവിടെ തന്നെ ആദ്യത്തെ ഒരു അമ്മയുടെ ഇടപെടൽ മനസ്സിലായി. പിന്നീട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി ഇവിടെ വന്ന് എടുക്കാൻ സാധിക്കുകയും അത് വീട്ടിൽ പോലും പറയാതെ വന്ന് ഉടമ്പടി എടുത്തത് അക്രൈസ്തവ മക്കളാണ്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. 25 വർഷത്തിൻ്റെ നടക്കാതിരുന്ന കാര്യമാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് രോഗസൗഖ്യം ലഭിച്ചത്. പല മരുന്ന് ഉപയോഗിച്ചു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒരു ഫലമുണ്ടായില്ല. നേർച്ച വസ്തുക്കളായി ഉടമ്പടി തൈലവും കാശുരൂപവും ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് രോഗസൗഖ്യം ലഭിച്ചത്. അതുപോലെ തന്നെയാണ് 30 വർഷം ഉണ്ടായിരുന്ന അലർജിയാണ്. തൈരോ മാംസഭക്ഷണങ്ങളോ എന്ത് കഴിച്ചാലും ശരീരം മുഴുവനും ഒരു തടിപ്പും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അലർജി.
അത് 30 വർഷം നീണ്ടു നിന്നു. അവിടെയും ഉടമ്പടി എടുത്ത ഉടനെ അത് കാണിക്കുവാനായിട്ടാണ് ഒരു ചെറിയ ഒരു മാർക്ക് കാണിച്ചത്. അങ്ങനത്തെ ഒരു അലർജി ശരീരം മുഴുവൻ ഉണ്ടായിരുന്നു. അത് ഉപ്പ് വെള്ളത്തിൽ വെള്ളം ഒഴുകി വരുന്ന ഒരു അലർജി ആയിരുന്നു. അത് ഉപ്പ് വെള്ളത്തിൽ കലർത്തി അത് വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിച്ചു. പിന്നെ ആ ഉപ്പിട്ടാണ് കുളിച്ചത്. അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇന്ന് പൂർണ്ണ സൗഖ്യപ്പെട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. പിന്നീട് മകൾ അപർണയുടെ കാര്യമാണ്. BSc പഠിക്കുവാനായിട്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. മകൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു, നല്ല ഭയമുണ്ടായിരുന്നു. അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു ഇടപെടലിലൂടെ തന്നെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നമ്മുടെ ഇല്ലാതിരിക്കുമ്പോഴാണ് ഈശോയുടെ ഗ്രേസ്, ഈശോയുടെ കൃപയുണ്ട് നമ്മുടെ കൂടെ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാൽ ഈ മകൾക്ക് BSc എക്സാം പാസ്സാകാൻ സാധിക്കുകയും ഇപ്പോൾ MScക്ക് പോകാനുള്ള തയ്യാറെടുപ്പോട് കൂടി മുന്നോട്ട് പോവുകയാണ്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെ നമ്മുടെ ഒരു വലിയ ഇടപെടലാണ്, സാന്നിധ്യമാണ്. പക്ഷേങ്കിൽ ഈ ചേച്ചി ആദ്യം ചെയ്തത് ഉടമ്പടി വിശ്വാസത്തിലുപരി വിശ്വസ്തതയായിരിക്കണം എന്നുള്ളൊരു മനസ്സിലൊരു ഉണർവാണ്, ഒരു പ്രചോദനമാണ് മനസ്സിലായത്. എനിക്ക് വിശ്വസ്തതയോടെ ഉടമ്പടി പാലിക്കാൻ സാധിക്കുമോ എന്ന്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ പത്രങ്ങൾ മേടിച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു, കാരുണ്യ പ്രവർത്തികൾ ചെയ്തു. യെസ്, എനിക്കിത് പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ നോ. ആ വിശ്വാസത്തോടു കൂടിയാണ് സഹോദരി അനിറ്റ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഉടമ്പടി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കും. തീർച്ചയായിട്ടും ഈശോയും അമ്മയും കൂടെ ചേർന്ന് നിന്നാണ് ഈ സഹോദരിയെ അനുഗ്രഹിക്കുന്നത്. പിന്നീട് പറഞ്ഞത് പരിശുദ്ധമ്മയുടെ സാന്നിധ്യമാണ്. സുഗന്ധാഭിഷേകത്തിലൂടെയും തിരിയിലൂടെയും ഒക്കെ പരിശുദ്ധ അമ്മ തന്നെയാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പൂവിൻ്റെ രൂപത്തിലും ഹാർട്ടിൻ്റെ രൂപത്തിലും അച്ഛനെ സ്വപ്നം കാണുവാനൊക്കെ സാധിച്ചതൊക്കെ അത് ഈശോയുടെ അമ്മയുടെ ഒരു സാന്നിധ്യം നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ് ഇതൊക്കെ നമുക്ക് സാധിക്കുന്നത്. അവിടെയും ഒരു വലിയ കൃപയായിട്ട് തിരിയിലും സുഗന്ധാഭിഷേകത്തിലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് അമ്മ കൂടിയുണ്ടെന്നുള്ളൊരു സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിശ്വാസവും വിശ്വസ്തതയും ഉള്ളപ്പോഴാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനം പറയുന്നത് പോലെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും ഞങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അതുപോലെ തന്നെയാണ് ഈ സഹോദരിയുടെ ജീവിതത്തിലും വിശ്വാസത്തിലുപരി വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് പ്രാർത്ഥിച്ചതെല്ലാം ലഭിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് സാക്ഷ്യം പൂർത്തിയാക്കുന്നതും എൻ്റെ ഈ ഉടമ്പടി ജീവിതം നിത്യതയിൽ വരെ എത്തിക്കണമെന്നും അമ്മ കൂടെ ഉണ്ടായിരിക്കണമെന്നും മറ്റുള്ളവരെയും കൂടി അനുഗ്രഹത്തിലേക്ക് നയിക്കണമേ എന്നുമാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാണ് മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുന്നതും കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതുമെല്ലാം. ബൈബിള് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുമെന്നും അമ്മയുടെ ഇഷ്ടം നടത്തി എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മാനുഷികമായിട്ടുള്ള വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ആദ്യമൊക്കെ നമ്മൾ വിഷയബന്ധിയായിട്ടുള്ള ഒരു ബന്ധമാണ്, പിന്നീട് ആത്മീയമായ ഒരു പേഴ്സണൽ ഒരു റിലേഷൻഷിപ്പാണ്, ഒരു വ്യക്തിബന്ധമായിട്ടാണ് മാറുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് നിത്യതയെ പറ്റി ചിന്തിക്കുകയും ആരെന്തൊക്കെ പറഞ്ഞാലും ഒന്നും മൈൻഡ് ചെയ്യില്ല. കാരണം ഞാൻ ആർക്കു വേണ്ടി പത്രം കൊടുക്കുന്നു എന്നുള്ള വിചാരം. അക്രൈസ്തവയായ ഈ മകൾ പറഞ്ഞത് മറ്റ് അക്രൈസ്തവരായ മക്കൾ സന്തോഷത്തോടെ കൃപാസനം പത്രം സ്വീകരിക്കും. അത് സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. മറ്റുള്ളവർ വേറൊരു രീതിയിലുള്ള ഒരു റിയാക്ഷനാണെന്നും ഒക്കെ അതൊക്കെ പറയുമ്പോഴും ഒരു പരിഭവമില്ല. കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരും കൂടെ ആ ദൈവത്തെ അറിഞ്ഞ് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന വിശ്വാസത്തോടു കൂടിയാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. ആ ദൈവസ്നേഹത്തോടു കൂടി ചെയ്യുമ്പോൾ ദൈവം എങ്ങനെ ഇവരെ അനുഗ്രഹിക്കാതിരിക്കും? നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന, നമ്മുടെ യാത്ര സുഗമമാക്കുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാം. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമാക്കും, അവർക്ക് കാലിടറാതെയുള്ള ആ സുഗമമായ ജീവിതയാത്രയിലേക്ക് ഈശോയുടെയും അമ്മയുടെയും കരം പിടിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാം. പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അനിതയ്ക്കും അപർണയ്ക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹം. ഞാൻ കുമ്പളത്ത് നിന്നാണ് വരുന്നത്. കഴിഞ്ഞ മാസം മെയ് 6-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവിനും കൃപാസന മാതാവിനും തിരുക്കുമാരനും ഏറെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്.
ഉടമ്പടി എടുക്കാൻ കാരണമായത് തന്നെ എനിക്കും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവർക്കും ഇതിലുള്ള ഒന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല ആദ്യം തന്നെ. നമ്മൾ കേൾക്കുന്നതും കേട്ടിട്ടുള്ളതുപോലെ തന്നെ വളരെ മോശമായിട്ടാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. പക്ഷേ ഒരു വർഷത്തോളമായി ഞാനൊരു സുഹൃത്ത് വഴിയാണ് ഞാനിത് അറിയുന്നത്. കൃപാസനത്തെ പറ്റിയും ഇവിടുത്തെ അമ്മയെ പറ്റിയും ഇവിടുത്തെ അനുഗ്രഹങ്ങളെ പറ്റിയല്ല ഞാൻ അറിയുന്നത്. സുഹൃത്ത് വഴി അറിഞ്ഞിരുന്നാലും പക്ഷെ ഞാൻ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിവിടെ വരാനോ പ്രാർത്ഥിക്കാനോ സാധിച്ചിരുന്നില്ല. അപ്പോൾ സുഹൃത്ത് എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ടുണ്ടായ അനുഭവങ്ങളോ അതുപോലെ തന്നെ കിട്ടിയ പ്രാർത്ഥനകളൊക്കെ എനിക്കും കൈമാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പ്രാർത്ഥനകൾ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് അമ്മയോട് ഒരു പ്രത്യേക ഒരു അടുപ്പമുണ്ടായി. അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ കോഴ്സ് തീർന്നപ്പോഴാണ് എനിക്കിവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. മെയ് 6-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് MBA ആണ് പഠിച്ചത്. MBA HR ആണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് HR ഒരു ജോലിയായിരുന്നു എൻ്റെ സ്വപ്നം. അപ്പോൾ അതിനായിട്ട് ഒത്തിരി ട്രൈ ചെയ്തു. എല്ലാ സ്ഥാപനത്തിലും ആപ്ലിക്കേഷൻ അയച്ചു, മെയിൽ അയച്ചു, ഒത്തിരി മെയിലുകൾ അയച്ചു. പക്ഷേ എല്ലാത്തിൽ നിന്നും റിജക്റ്റായി. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ജോലി എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടാണ് കിട്ടാനായിട്ട്. അതും ഞാൻ പഠിച്ച മേഖല എന്നൊക്കെ പറയുന്നത് ഇന്നത് ആ മേഖലയിലുള്ള ജോലി അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കുള്ള സാധ്യതകളും അതുപോലെ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എങ്ങനെയാണ് എനിക്ക് നല്ലൊരു സ്ഥാപനത്തിൽ ഒരു ജോലി കിട്ടാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ അയച്ച സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ റിജക്ഷനൊക്കെ വന്നെങ്കിൽ പോലും റിജക്ഷൻ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ മടുത്തു പോയിരുന്നു. റിജക്ഷൻ മെയിലൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കെല്ലാവർക്കും നമ്മുടെ മക്കൾ അയക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഒത്തിരി യുവാക്കളും യുവതികളും ഇതൊന്നും പുറത്തു പറയില്ല. അവരത് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ആ റിജക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ജൂൺ 8-ാം തീയതി അല്ലെങ്കിൽ 8-ന് മുന്നേ ആയിട്ട് എനിക്കൊരു കമ്പനിയുടെ ഒരു അവസരം കണ്ടു. അപ്പോൾ ഞാനതിൽ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അവരെനിക്കൊരു മെയിൽ ബാക്ക് വന്നു, ഇൻ്റർവ്യൂവിന് അപ്പിയർ ആകണമെന്നും പറഞ്ഞിട്ട്. അത് ജൂൺ 12-ാം തീയതി അപ്പിയർ ആകണമെന്നും പറഞ്ഞിട്ട്. ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ചെന്നപ്പോൾ തന്നെ ഞാൻ മെയിൽ വന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു 10-20 പേരൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്ന്. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് 100-150 പേരുണ്ടായിരുന്നു. അപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി. അതുപോലെ തന്നെ അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു ബാങ്കായിരുന്നു ഈ ബാങ്കിൻ്റെ തന്നെ അസസ്മെൻറ്റ് ടെസ്റ്റ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എക്സാം എഴുതി ട്രൈ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പം ഞാൻ ആ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ പോകുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു അവസരം തരണം, എനിക്ക് ഈ സ്ഥാപനത്തിൽ തന്നെ കയറാനായിട്ട് സാധിക്കണമെന്ന്. പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനത് വിട്ടു. അതിൻ്റെ അവസരങ്ങളൊന്നും പിന്നീട് വന്നിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് വന്നതാണ് ഈ മാസം വന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചു വെച്ച കാര്യങ്ങൾ പോലും ഞാൻ മൊത്തം മറന്നുപോയി. കാരണം അത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് പ്രതീക്ഷ വെക്കേണ്ട കാര്യമേ അല്ല. പല എക്സ്പീരിയൻസും പല ഇടത്തുനിന്ന് വന്ന ആൾക്കാർ, നമ്മൾ കോളേജിൽ നടത്തുന്ന ഇൻ്റർവ്യൂ പോലെയൊന്നും അല്ല. കോളേജിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഈസി ആയിരുന്നു. പക്ഷേ പുറത്ത് ഇൻ്റർവ്യൂവിന് ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ മാതാവിനെ കൈവിട്ടില്ല. അന്ന് ഞാൻ രാവിലെ ഇൻ്റർവ്യൂവിന് ഇറങ്ങിയത് തന്നെ മാതാവിൻ്റെ തൈലം തേച്ചുകൊണ്ടും അതുപോലെ തന്നെ ഉപ്പ് കഴിച്ചിട്ടൊക്കെ ആണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ മാതാവിൻ്റെ ഉപ്പ് കയ്യിൽ കരുതിയിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ആ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ചെയ്യാനും നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴത്തേക്കും ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നിൻ്റെ അടുത്ത് വരും, അതുപോലെ തന്നെ നിനക്ക് ഒരു ധൈര്യം കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ വിശ്വസിച്ച് അത് ഞാൻ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയി. ഇൻ്റർവ്യൂ റൂമിൻ്റെ അകത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇതൊക്കെ സാധിക്കുമെന്നൊക്കെ വളരെ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ചെയ്യാൻ സാധിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം മറന്നുപോയിരുന്നു. ഫുൾ ബ്ലാങ്ക് ആയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരുന്നത്. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, മാനേജർ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ വളരെ കൺവിൻസിങ് ആയിട്ട് ഉത്തരം പറയാൻ സാധിച്ചു. പഠിച്ച കാര്യങ്ങളും അതുപോലെ 2 വർഷം മുന്നേ ഒക്കെ പഠിച്ചും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതൊക്കെ എനിക്ക് പറയാൻ പറ്റി. അപ്പോൾ അവിടുന്ന് ഞാൻ വളരെ സമാധാനത്തോടെ ഞാൻ ഇറങ്ങി. കാരണം നന്നായിട്ട് പറയാൻ പറ്റിയതുകൊണ്ട്, മാതാവിൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റി. പക്ഷേ അപ്പോഴും ഞാൻ പോയപ്പോൾ വിചാരിച്ചു ഒരിക്കലും ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്നൊന്നും എനിക്ക് കിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഒരു റിവേർട്ട് മെയിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല.
പക്ഷേ ജൂൺ കഴിഞ്ഞിട്ട് ജൂൺ 13-15 മുന്നേ ആയിട്ട് എനിക്കൊരു മെയിൽ വന്നു, നിങ്ങൾ സെക്കൻഡ് റൗണ്ടിലേക്ക് സെലക്ട് ആയിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എന്നെ കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ പ്രാർത്ഥിച്ചതും ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ചതുമായിട്ടുള്ള കാര്യമാണ് എനിക്ക് റിവേർട്ട് കോൾ വന്നിട്ട് എനിക്ക് അവിടെ സെക്കൻഡ് റൗണ്ടിലേക്ക് എന്നെ വിളിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജൂൺ മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മാസമാണ്. കാരണം ജൂൺ 15-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ ബർത്ത്ഡേ ആണ് മാതാവേ, ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ബർത്ത്ഡേക്കൊന്നും ഒരു ഗിഫ്റ്റ് അങ്ങനെ ഞാൻ ചോദിച്ചിട്ടില്ല ദൈവത്തിനോട്. അത് എൻ്റേതായ രീതിയിൽ ആഘോഷങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഞാനത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം ഞാൻ ഉടമ്പടിയൊക്കെ എടുത്തു കഴിഞ്ഞ് എന്നിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ബർത്ത് മന്ത് ആയതുകൊണ്ട് എനിക്ക് ഒരു സമ്മാനം നിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് വേണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജൂൺ 16-ാം തീയതിയിലേക്കായിരുന്നു സെക്കൻഡ് റൗണ്ടും ഫൈനൽ റൗണ്ടും ഇൻ്റർവ്യൂ വെച്ചിരുന്നത്, ബർത്ത്ഡേയുടെ പിറ്റേ ദിവസം. അപ്പം ഞാൻ വളരെ സന്തോഷത്തോടെയും അതുപോലെ തന്നെ പേടിയോടും കൂടിയാണ് ഞാൻ ആ സെക്കൻഡും തേർഡ് റൗണ്ടും അറ്റൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ചെന്നപ്പോൾ ഞാൻ ഈ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ റിപ്പീറ്റ് ചെയ്തു. കാശുരൂപം കയ്യിലെടുക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും അതുപോലെ തന്നെ ഉപ്പ് ആ ഇൻ്റർവ്യൂ റൂമിൽ ഇടുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും കഴിഞ്ഞു. അതിൽ പോലും അതും ടോപ്പ് മാനേജേഴ്സൊക്കെ ആയിട്ടായിരുന്നു ആ ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡും തേർഡും കഴിഞ്ഞിട്ട് ഒരു ജൂൺ 16-ാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞിട്ടൊരു 18-ാം തീയതി പിറ്റേ ദിവസം തന്നെ എനിക്ക് അവരുടെ ഒരു കോള് വന്നു. പിറ്റേ ദിവസം വൈകിട്ടത്തേക്ക് കോള് വന്നു, നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. ഫൈനലി എനിക്ക് ആ ജോലി കിട്ടി. ആ ലാസ്റ്റ് വന്ന 4 പേരിൽ 2 പേരെയാണ് അവർ സെലക്ട് ചെയ്തത്. അതിലൊരാൾ ഞാനായിരുന്നു. അപ്പോൾ ഞാൻ അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു. പക്ഷേ എനിക്ക് അവിടെ വേണമെന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കാരണം ഈ മാസം തന്നെ എനിക്ക് ആ ജോലി വേണം. കാരണം ഞാൻ ഒത്തിരി അയച്ച് മടുത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ജോലി എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മാസം തന്നെ ഞാൻ പ്രാർത്ഥിച്ചത് ആഗ്രഹിച്ചതുപോലെ മാതാവിനെ അനുഗ്രഹിച്ചു. അത് ഉടമ്പടി എടുത്ത് വളരെ കുറച്ച് നാൾ കൊണ്ടിട്ടാണ് എനിക്ക് കാര്യം നടന്നത്. അതിന് വ്യക്തമായ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പടിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഞാൻ ഫോളോ ചെയ്തിരുന്നു. അതിന് മുന്നേ ഒന്നും ഞാൻ ഫോളോ ചെയ്തിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു മനുഷ്യനാകാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാനായിട്ട് എന്നെ സഹായിച്ചത് ഉടമ്പടിയിലെ പ്രവർത്തനങ്ങളും അതിൽ പറഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ്. അതിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കുറേ കാരുണ്യപ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് മനസ്സ് വന്നു. അതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ പോലും അത് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആവുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടേതായ കാര്യങ്ങളിൽ ഒപ്പം തന്നെ സ്പിരിച്വൽ ലൈഫും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തോന്നിപ്പിച്ചത് എനിക്ക് ഉടമ്പടി എടുത്തും കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പം അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ചേച്ചിയൊക്കെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കുന്നവരൊക്കെ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു. അപ്പോൾ എനിക്ക് വളരെ പൂർണ്ണ മനസ്സോടുകൂടി എനിക്ക് അവരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അങ്ങനെ കിട്ടി, ജോലി കിട്ടി. ഇപ്പം ഞാൻ ഇൻ്റർവ്യൂ 19-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് വരുന്ന ഞാൻ കൃപാസനമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ 20-ാം തീയതി ഞാനിവിടെ വന്നു. പക്ഷേ ഈ ഫോം എടുക്കാൻ സാധിച്ചില്ല. അന്ന് അറിയില്ലായിരുന്നു ഇതും കൂടി ഉണ്ടെങ്കിൽ പറയാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ അമ്മേനോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. ഓഫർ ലെറ്റർ കിട്ടിയ പിറ്റേ ദിവസം ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് വരാൻ സാധിച്ചു. അമ്മയോട് ഞാൻ നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് ആ സ്ഥാപനത്തിൽ ഞാനിപ്പോൾ ഒരാഴ്ചയായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതില്ല. ഞാനൊരു ഫ്രഷറാണ്, എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും നല്ലൊരു ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അവിടെ അങ്ങനെ കിട്ടുകയുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ ഒരു അവസരം കിട്ടത്തുള്ളൂ. ആ ഒരു അവസരത്തിലേക്ക് മാതാവ് എന്നെ ക്ഷണിച്ചു. അതുപോലെ തന്നെ എനിക്ക് ആ അവസരം നൽകുകയും ചെയ്തു. മാതാവിനും തിരുക്കുമാരനും വളരെയേറെ നന്ദി പറയുന്നുണ്ട് ഞാൻ.
താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇതൊന്നും ഞാൻ എൻ്റെ കഴിവുകൊണ്ട് ആണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഒരു സക്സസ് ഞാൻ എൻ്റെ മാതാവിന്, കൃപാസന മാതാവിന് എന്നെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളൊരു ടാഗ് ലൈനോട് കൂടിയാണ് ഞാൻ എനിക്ക് ഈ ജോലി കിട്ടിയ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ തന്നെ പോസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരു പോസ്റ്റ് പോലും ഞാൻ ഇന്നേ വരെ ഞാൻ ഇട്ടിട്ടില്ല ആ ഒരു ടാഗ് ലൈനിൽ. പക്ഷേ ദൈവത്തിനെ പ്രകീർത്തിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ആ കാര്യത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാനും എനിക്ക് സാധിച്ചു. അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു അനുഗ്രഹം മാതാവ് തന്നത്. അതുപോലെ തന്നെ മെയ് 6 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിന് തൊട്ട് മുന്നത്തെ മാസമാണ് ഞാൻ MBA കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 3 സെമ്മിൽ എക്സാമിനൊക്കെ എനിക്ക് മാർക്കൊക്കെ കിട്ടിയെങ്കിൽ പോലും ഇനി ഞാൻ പഠിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ PGയോടുകൂടി പഠനം അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവസാനത്തെ സെമ്മിലെങ്കിലും എനിക്ക് എല്ലാ വിഷയത്തിനും A+, A ആയിട്ട് എനിക്കൊന്ന് എൻ്റെ മാർക്ക് ലിസ്റ്റ് കാണണമെന്ന് വളരെയേറെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എനിക്ക് അവസാനത്തെ സെമ്മ് വിചാരിച്ച പോലെ പഠിക്കാനോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളാലും എനിക്കത് എഫേർട്ട് ഇടാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാനിവിടെ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഏപ്രിൽ 29 എക്സാം കഴിഞ്ഞു. ഒരാഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് അന്ന് വൈകിട്ടാണ് എൻ്റെ MBAയുടെ 4th സെം റിസൾട്ട് വന്നത്. ആ റിസൾട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ മാർക്ക് ലിസ്റ്റിൽ ഞാൻ കണ്ടത് A+, A ഗ്രേഡും അല്ലാതെ വേറെ ഒരു ഗ്രേഡും എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു അനുഗ്രഹവും മാതാവ് എനിക്ക് തന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ 1 വർഷത്തോളമായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടും ആ പ്രാർത്ഥനയിലുണ്ടായ എൻ്റെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടിട്ടൊക്കെയാണ് എനിക്ക് വന്ന അന്ന് തന്നെ എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് എനിക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ എനിക്കൊരു രോഗസൗഖ്യവും മാതാവ് നൽകിയിട്ടുണ്ട്. 1 വർഷത്തിന് മുന്നേ ഒക്കെ ആയിട്ട് എനിക്ക് എന്ത് ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചാലും ഫുഡ് പോയ്സൺ ആവുമായിരുന്നു. കടയിലൊക്കെ ഞാൻ ചെന്നിട്ട് ബിരിയാണിയൊക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം. പക്ഷെ ഞാൻ ചെന്നിട്ട് ചോദിക്കുക ഏത് എണ്ണയിലാണ് ഇതൊക്കെ ഉണ്ടാക്കണേന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ നമുക്ക് എപ്പോഴും ചോദിക്കാനും പറ്റത്തില്ല. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറയ്ക്കുകയും ചെയ്തായിരുന്നു ഭക്ഷണം അങ്ങനെ കഴിക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഞാൻ ഹോസ്പിറ്റൽ തോറും മാറി കയറി ഇറങ്ങിയിട്ടുണ്ട്. വയറിന് പ്രശ്നമായിട്ട്, ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ വയറിന് പ്രശ്നമായിട്ട്. അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം ഒഴിവാക്കാനും പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ കഴിക്കേണ്ടി വരും. പക്ഷേ എത്രത്തോളം നമുക്കത് നല്ലതായിരിക്കും എന്ന് പറയാനും പറ്റത്തില്ല. അങ്ങനെ പേടിച്ചിട്ടാണ് പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ ഉടമ്പടിയൊക്കെ എടുക്കാത്തതുകൊണ്ടും ആ ഒരു രീതി ഫോളോ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു ഇതിനൊരു റിസൾട്ട് കിട്ടുമോ എന്നുള്ളത്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഇന്നേ വരെ പുറത്തുനിന്ന് ഏത് ഭക്ഷണം കഴിച്ചിട്ടും എനിക്കൊരു ഫുഡ് പോയ്സൺ പോയിട്ട് ഒന്നും വന്നിട്ടില്ല, വയറിനൊരു പ്രശ്നവും വന്നിട്ടില്ല. അതിന് മുന്നേ വരെ ഞാൻ വളരെ കഷ്ടപ്പെട്ടൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടും മാറിക്കിട്ടിയത്. അതുപോലെ തന്നെ എനിക്ക് പറയാൻ പറ്റും, എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ഡേറ്റുകളാണ് ഈ ജൂൺ മാസം എനിക്ക് നൽകിയത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിജയവും ഒരു നേട്ടമാണ് എൻ്റെ ലൈഫിൽ തന്നത്. അത് ഫുൾ എൻ്റെ കൃപാസന അമ്മയാണ് എനിക്ക് തന്നത്. അതുകൊണ്ടിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് നിങ്ങൾ എന്നും വിശ്വസിക്കുക. എല്ലാ കാര്യത്തിലും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സ്റ്റേസി ജോഷി കുമ്പളം തൻ്റെ അനുഭവം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അത് നമുക്ക് വളരെയേറെ വ്യക്തമായിരുന്നു. ഈ മകള് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യപ്രകാരമാണ്, ഉടമ്പടിയിൽ എന്തു പറഞ്ഞോ അത് ഞാൻ പൂർണ്ണമായിട്ട് അനുസരിച്ച് ജീവിതത്തോട് ചേർത്തു. അവിടെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. പഠിത്തം കഴിഞ്ഞ് ഫ്രഷറായിട്ട് നിൽക്കുമ്പോൾ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ഇല്ലാതെ കണ്ട് തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് ഒരു ജോലി കിട്ടുവാനുള്ള ഈ മകളുടെ നിയോഗം. അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയും അത് ഈ മകൾക്കത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. കാരണം കുറച്ച് പേരുണ്ടാകുന്നിടത്ത് 100ഓളം പേരാണ് ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട് വന്നത്. ആ ഒരു സമയത്ത് തന്നെ നിരവധിയായ മാനസികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു വന്നെങ്കിലും
അമ്മയെ തൻ്റെ കരങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പൂർണ്ണമായ വിശ്വാസത്താൽ പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിലുണ്ടാവുകയും ഈ മകളുടെ വാക്കുകളിൽ തന്നെ നമുക്കത് പ്രകടമായിരുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധ അമ്മയുടെ കൃപയിലാണ് ഈ മകൾക്ക് ഈ ജോലി കിട്ടിയതെന്ന് അത് ഈ മകളുടെ വാക്കുകളിൽ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും സാക്ഷ്യം പറയുവാനായിട്ട് ഈ മകൾ അനുഗ്രഹിക്കട്ടെ എന്നും, ഒപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക്